67 കേരള നിയമസഭയിൽ കേവലം 9 MLA-മാരുമായിട്ട് കേരള നിയമസഭയുടെ മൂലയ്ക്കിരുന്നു കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസ് ഭയങ്കരമായി തിരിച്ചു വന്നു. ഈ നിയമസഭയിലെ നമ്മുടെ പ്രതീക്ഷ എന്താണ്? കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ DNA ആണ്. DCC പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുന്നതിന് ശേഷം 24/7 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൽ അല്പം പോലും അതിശയോക്തി ഇല്ലാതെ പ്രവർത്തിച്ചു. 30 ആണ്ടുകൾക്ക് ശേഷം കൊല്ലം നഗരസഭയുടെ ഭരണം UDFന്റെ കൈകളിൽ എത്തിയത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് സന്തോഷമാണ്. CPM-കാർക്ക് കശുവണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ട് സമ്പത്ത് ഉണ്ടാകുന്നുണ്ടാകാം, പക്ഷേ സാധാരണ തൊഴിലാളികൾക്കില്ല. ഇടത്തരം സംരംഭകർ 5 പേരായി കൊല്ലത്ത് ആത്മഹത്യ ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കശുവണ്ടിയിൽ തീർത്ത പിണറായി വിജയൻ 2.5 ലക്ഷം രൂപയ്ക്ക് പിണറായി വിജയന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. ലക്ഷങ്ങളുടെ കശുവണ്ടി പാഴാക്കി പ്രചാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഭയങ്കര ഒരു ആഘോഷം, പത്രങ്ങളിലൊക്കെ വലിയ വാർത്താ ചാനലുകളിലൊക്കെ വലിയ പരസ്യം. കൊല്ലം തോട് നവീകരിച്ചു, കൊല്ലം തോടിൽ കൂടി ദേ വരുന്നു മന്ത്രിമാർ, MLA-മാർ യാത്ര. അന്ന് ആ വഴിക്ക് പോയതാ, പിന്നെ ഇന്ന് വരെ അതുവഴി ഒരു മനുഷ്യനും പോകാൻ പറ്റും. തെരഞ്ഞെടുപ്പ് തോക്കുമ്പോഴൊക്കെ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് മനസ്സിനെ? ഫെയിലേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. ഞാനെന്ന വ്യക്തിയുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ജീവിത വീക്ഷണത്തിലോ ഒരു തെറ്റുകൊണ്ടല്ല തോക്കുന്നത്. ആദ്യം ഞാൻ മത്സരിച്ച ചാത്തന്നൂരിലാണ്. 24,000-ൽ പരം വോട്ടിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തോറ്റ സീറ്റിലാണ്. ഏറ്റവും അവസാനം മത്സരിച്ചത് ഇവിടെയാണ്, കൊല്ലത്ത്. 17,611 വോട്ടിന് അതിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് UDF തോറ്റ സീറ്റാണ്. അതാണ് 2072 കൊണ്ടുവന്നത്. പരാജയങ്ങൾ തളരാനല്ല, പൊരുതി ജയിക്കാനാണ്. ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് കാണുന്നില്ല. വിവാദങ്ങളിൽ എങ്ങും പെടാതെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായിട്ട് ഒന്നും അറിഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതല്ലല്ലോ. ചില സന്ദർഭങ്ങൾ, തെറ്റിദ്ധാരണകൾ. എൻ്റെ വ്യക്തിപരമായ വിഷമങ്ങൾ എന്ന് പറയുമ്പം 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു രോഗമാണ്. അപ്പം ഒരു ഓപ്പറേഷൻ ഇവിടെ കൊല്ലത്ത് വിക്ടോറിയ ജില്ലാ ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. പക്ഷെ അന്ന് ഡോക്ടറുടെ ഒരു കൈപ്പിഴ കൊണ്ടുണ്ടായ ഒരു ഓപ്പറേഷനിലുണ്ടായ ഒരു പാകപ്പിഴ കാരണം പിന്നീട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. പൊടിമോൻ ഇങ്ങനെ വെള്ളത്തിന് അടിയിൽ നിന്ന് ഓടി വന്നിട്ട് അച്ചാന്ന് ഇങ്ങനെ പൊങ്ങി വിളിക്കുന്നു, അതേപോലെ തിരിഞ്ഞു. അതിൽ 2 മക്കൾ. പിന്നെ ആളുകളൊക്കെ ഓടിക്കൂടി എടുത്തപ്പോഴേക്കും മരണപ്പെട്ടു. കൊല്ലത്തെ ഒരു സൺസെറ്റ് സിറ്റി ആക്കണം, ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി കൊല്ലത്തെ മാറ്റണം. കശുവണ്ടിയുടെ ഗരിമ കൊല്ലത്തിന് തിരികെ കൊണ്ടുവരണം. കൊല്ലത്തെ ജനങ്ങൾക്ക് കൊല്ലത്തിന് കൊടുക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് നമുക്കൊപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ടെലിവിഷൻ ചർച്ചകളിൽ പണ്ട് അടിയുണ്ടാക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് ഇതുവരെയും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. അടിയൊക്കെ അപൂർവല്ലേ, കൂടുതലും ചർച്ചകൾ മാത്രമേ ഉള്ളൂ, സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ. പക്ഷേ ഈ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒത്തിരി കാര്യങ്ങളിലുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിലെ അഭിപ്രായം പറയുന്നത് ഈ ക്രോസ് ചെയ്യുന്ന ഒരു പരിപാടി. പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിൽ ഇത് സംഭവിക്കാറുണ്ട്. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയിട്ട് വെട്ടിലാവുന്ന ഒരു പരിപാടിക്ക് പാർട്ടിയും അധികം സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു സ്വഭാവത്തിലേക്ക് പിന്നീട് ടെലിവിഷനൊക്കെ മാറി. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് അഭിപ്രായം പറയുന്നൊരു ലെവലിലേക്ക് വന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ അത്രയ്ക്കും അഭിപ്രായം പറയണമെന്ന് തോന്നിയത്? അത് അപ്പോൾ മാത്രമല്ല, ഞാൻ എല്ലാ കാലത്തും അഭിപ്രായം പറയും. ചെറുപ്പം മുതലേ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും, വിശേഷിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വരുന്ന ഒരാളെന്ന നിലയിൽ എപ്പോഴും സ്വന്തമായ അഭിപ്രായവും നിലപാടും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ അവസരമുണ്ടായത് മഹിളാ പ്രസിഡന്റായി അഭിപ്രായ പ്രകടനം നടത്തിയപ്പോഴായിരിക്കും. അപ്പോൾ ഉള്ളവർക്കും സഹപ്രവർത്തകർക്കും ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വേദികളിലും അഭിപ്രായം പറഞ്ഞാൽ പോയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പൊ അധികം കാണുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഓരോ വിവാദങ്ങളിലൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ഈ മുഖം വിവാദങ്ങൾക്ക് കാണുന്നില്ല. വിവാദങ്ങളിൽ എങ്ങും പെടാതെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായിട്ട് ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ആളുകൾക്കിടയിൽ നിൽക്കുക. അതാണ് ഒന്നും അറിഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കുന്നതല്ലല്ലോ. ചില സന്ദർഭങ്ങൾ, തെറ്റിദ്ധാരണകൾ, അങ്ങനെയൊക്കെയാണല്ലോ. അറിഞ്ഞുകൊണ്ട് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കരുതുന്നത് 2016 DCC പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുന്നതിന് ശേഷം DCC ഓഫീസ് തന്നെ പുനർനിർമ്മിക്കാനുള്ള പരിപാടികൾ ഊർജിതമാക്കുകയും അതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനം, അതാണ് പാർട്ടിക്കും വേണ്ടത്. അവിടുത്തെ കുറച്ച് പ്രവർത്തനങ്ങൾ പിന്നീട് വന്ന ഇലക്ഷനെ പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അത് വളരുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള കോർഡിനേഷനാണ് ശരിക്കും അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്? ഞാൻ DCC പ്രസിഡന്റ് ആവുന്ന 2016 ഡിസംബർ മാസം 8-ാം തീയതിയാണ്. അത് രാഷ്ട്രീയമായി കൊല്ലത്തെ കോൺഗ്രസിന് അല്ലെ കൊല്ലത്തെ UDFന് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ ചരിത്രത്തിലാദ്യമായി മുഴുവൻ നിയമസഭാ സീറ്റുകളിലും പരാജയപ്പെട്ട് പഞ്ചായത്ത് തുലവും തുച്ഛം മാത്രമായി, ഒരു മുനിസിപ്പാലിറ്റി പോലും ഇല്ല, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല. അങ്ങനെ രാഷ്ട്രീയമായി ഞങ്ങൾ ഏറ്റവും പ്രതിസന്ധി നിൽക്കുന്ന കാലത്താണ് ഞാൻ പോലും വിചാരിക്കാതെ, സ്വപ്നേബി ഞങ്ങളാരും വിചാരിക്കാതെ ഒരു ദൈവനിയോഗം പോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം വരുന്നത്. സ്വാഭാവികമായും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു വനിത, നമ്മുടെ നാട്ടിൽ അതങ്ങനെ വനിതകൾ ചീഫ് ആകുന്നത്
സാധാരണ അല്ലല്ലോ. ആ. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ വനിതയാണ്. രണ്ടാമത്തെ വനിത ശരിക്കും നേരത്തെ എനിക്ക് മുമ്പായിരുന്നു സരസ്വതി കുഞ്ഞികൃഷ്ണൻ. ഓ. ചേച്ചി വളരെ സീനിയർ ആയിരുന്നു. ഇവിടെ ഏറ്റവും നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വനിതാ നേതാവായിരുന്നു. ചേച്ചി ചെറുപ്പം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തകയൊന്നും ആയിരുന്നില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടുത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു. ഓ. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ചേച്ചി പിന്നീട് സജീവമായി. ഓ. അങ്ങനെ ആവുന്നതാണ്. പക്ഷേ വളരെ സാത്വികയായ അനുകരണീയമായ വ്യക്തിത്വമായിരുന്നു. ഉം, ഉം. അത് വളരെ നേരത്തെ ആയിരുന്നു. അപ്പോൾ സംഘടനയിൽ നിന്ന് ശരിക്കും KSU വിദ്യാർത്ഥി യുവജന വനിതാ രാഷ്ട്രീയ രംഗത്തൂടെ കടന്നു വന്ന് ആദ്യമായിട്ട് മനുഷ്യശ്രീ ഇതുവരെ അവസരം കിട്ടിയില്ല. ഇനി നാളെ ആർക്കെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉം. അങ്ങനെ അവസരം കിട്ടുമ്പോൾ എന്താ പറയുക, ഒന്നാമത് പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സമയം, പിന്നെ ഒരു വനിത അതിൻ്റെ തലപ്പത്ത് വന്നാൽ ഇതിൻ്റെ കാര്യം പോക്കാമെന്ന് കുറേ പേരൊക്കെ വിധി എഴുതി. ഈശ്വര കൃപയാലും ഒപ്പം നിന്നവരുടെ പ്രവർത്തനവും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ. പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം കൂടെ നിൽക്കുന്നവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. കാരണം ഇത് കഴിയും, നമുക്ക് തിരിച്ചു വരാൻ കഴിയും. അതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിന് കുറച്ച് ബോധപൂർവമായി കഷ്ടപ്പാട് ഒത്തിരി ആവശ്യമായി. 24/7 എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിൽ അല്പം പോലും അതിശയോക്തി ഇല്ലാതെ പ്രവർത്തിച്ചു. അത് കോൺഫിഡൻസ് സഹപ്രവർത്തകരിലും ജില്ല മുഴുവനുള്ള പാർട്ടി പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ലളിതമായി പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. എല്ലായിടത്തും എവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നെക്സ്റ്റ് മൊമെൻറ്റിൽ, അതായത് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ഈ വിഷയം ഉണ്ടാകുന്ന ഇടത്തേക്ക് ഓടിയെത്തുന്ന ഒരു സമയമുണ്ടല്ലോ, ആ യാത്രയ്ക്ക് വേണ്ടത്, ആ സമയത്ത് അതിൻ്റെ മിനിമം സമയത്തിലുള്ള അവിടെ എത്തുക, ആ വിഷയത്തിൽ ഇടപെടുക. അങ്ങനെ പാർട്ടിക്കാർക്ക് പ്രശ്നമുണ്ടാകും, പോലീസ് അനാവശ്യമായി പാർട്ടി പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ രാത്രിയായാലും അവിടെ ഓടിയെത്തുക, അതിലിടപെടുക. അങ്ങനെ എല്ലായിടത്തും ചോദിക്കാനും പറയാനും പാർട്ടിക്ക് ആളുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടായതോടുകൂടി തന്നെ നമ്മുടെ ആളുകളുടെ ഇടയിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നീട് ഓരോരോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമൂഹിക പ്രവർത്തനവും ഒരുമിച്ച്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രവർത്തനമാണ്. കേവലം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുക അല്ലെ സ്വയമായി വളരുക എന്നതിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് ചെറുപ്പം മുതൽ വിശ്വസിക്കുന്നുണ്ട്. അതിന് തന്നെ ശ്രമിച്ചിരുന്നു. സോഷ്യൽ ഇഷ്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒപ്പം രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. ഒരു ഉദാഹരണം, അനിയന്ത്രിതമായ ഗ്യാസിൻ്റെ കുക്കിംഗ് ഗ്യാസിന് വിലക്കയറ്റം കൂടിക്കൊണ്ടേയിരുന്നു. പല സമരങ്ങളും നമ്മൾ ചെയ്തു. കുക്കിംഗ് ഗ്യാസ് വെച്ച് വിറകടുപ്പ് കത്തിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ സമരം ചെയ്തു. വീണ്ടും വീണ്ടും കൂടുക. ആ ഒരു സമയം ഒരിക്കൽ വളരെ 100 രൂപ എന്തോ കൂടിയ ഒരു സമയത്ത് ഞാൻ നേരെ സഹപ്രവർത്തകരുമായി ചെന്ന് ഒരു ഗ്യാസ് കുറ്റി എടുത്ത് തലയിൽ വെച്ച് ശക്തമായി പ്രതിഷേധിച്ചു. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധമാണ്. ഗ്യാസ് കുറ്റി തലയെ കൊണ്ട് നടക്കാനേ പറ്റൂ, ഇത് എടുത്ത് അടുപ്പിൽ പാചകം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സിംബോളിക്കായിട്ട് അത് ചിലരൊക്കെ വിമർശിച്ചു. DCC പ്രസിഡന്റ് ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് നടക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിമർശനങ്ങളുണ്ടായി. പക്ഷേ ആ വിഷയത്തിൻ്റെ സങ്കീർണത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രശ്നം, അത് കേരളത്തിലെ രാജ്യത്തെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ബാധിക്കുന്നതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാൻ ശരിയെന്ന് തോന്നിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അടക്കം ഓരോ കാര്യത്തിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാ വിമർശനങ്ങളും ശ്രദ്ധിക്കും. എന്തെങ്കിലും നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തിരുത്തണം. കെട്ടിടത്തിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു. 87 SN വനിതാ കോളേജിൽ KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ടിരിക്കുമ്പോഴാണ് ആദ്യം KSUവിൻ്റെ ഒരു സമ്മേളനത്തിൽ DCC ഓഫീസിൽ ഞാൻ വരുന്നത്. അന്ന് പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്കത് മനസ്സിലാവും. അന്നും ഇന്നും എനിക്കൊരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഈ കമ്പിക്കാല് കെട്ടിടം നിർമ്മിക്കാനുള്ള DCCയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള കമ്പിക്കാലുകൾ ഇങ്ങനെ നിൽക്കുക. അത്ര ആ പണി തുടങ്ങി വെച്ചു, അത്ര ആയപ്പോൾ എന്തോ ഇഷ്യൂസൊക്കെ വന്ന് മാറ്റി വെച്ചു. ഞാൻ ആ DCC ഓഫീസിലോട്ട് കയറുമ്പോഴേക്കും എനിക്ക് പെട്ടെന്നൊരു സ്പാർക്ക് പോലും ഇത് കണ്ട്. എന്തിനാ ഞാൻ ആ ചെറിയ പ്രായത്തിൽ, അന്ന് എനിക്ക് 15 വയസ്സ് കഷ്ടിച്ചായതേ ഉള്ളൂ. ആ പ്രായത്തിൽ ഇതെന്ത് എൻ്റെ കണ്ണിൽ കയറി അതൊന്നും എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മനസ്സിൽ വന്നതെന്ന് തോന്നുന്നില്ല. എന്തായാലും പക്ഷെ പിൽക്കാലത്ത് DCC പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞു. DCC പ്രസിഡന്റായി ചുമതലയേൽക്കാൻ വരുമ്പോഴും എൻ്റെ മനസ്സ് അവിടെയാണ്. എന്തോ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഈ കമ്പിക്കാലിനൊരു പൂർണ്ണത കൊടുക്കണം എന്നുള്ളത്. എന്നെ കൊണ്ട് കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷേ ഈശ്വര നിയോഗത്താൽ ഒരുപാട് സഹപ്രവർത്തകരുടെ സഹായത്താൽ അത് പൂർത്തിയാക്കാൻ കഴിയും. അല്ല, നമുക്ക് ആ ഓഫീസിലെ കെട്ടിടം തന്നെ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണോ ഒരു പക്ഷേ ഈ മൊത്തത്തിൽ പടരാനും ഇവരുടെ ഇടയിലേക്ക് ഒരു ആത്മവിശ്വാസം ആദ്യം എത്തിച്ചതും അതാണോ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമായിട്ടാണോ അവർ അതിനെ കണ്ടത്? ആദ്യം പ്രവർത്തനമായിട്ടാണ്. കാരണം DC ഓഫീസ് പിന്നെ പണിത് 2016 ചുമതലയേറ്റു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി പ്രവർത്തകരിൽ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക, സമൂഹത്തിൽ കോൺഗ്രസ് ഒരു പുതിയ നേതൃത്വം തിരിച്ചു വരവിൻ്റെ പാതയിലാണെന്ന് ബോധ്യപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങൾക്ക് കഠിനമായി പ്രയത്നിച്ചു. വർഷങ്ങളായി പാർട്ടി ഓഫീസ് പണിയുന്നു, പക്ഷെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അതൊരു പോരായ്മയായി പാർട്ടിയെ പലരും അവഹേളിക്കുന്നത് ശ്രദ്ധയപ്പെട്ടു. അതുപോലെ സ്റ്റീഫൻ സാറിൻ്റെ ശങ്കർ സാറിൻ്റെയൊക്കെ പേരിലാണ് ആ പാർട്ടി ഓഫീസ് ആദ്യം പണിതത്. അവരുടെയൊക്കെ ജന്മദിനവും ചരമദിനവും വരുമ്പോൾ പത്രങ്ങളിൽ 4 വാർത്തയാണ്
എന്നിട്ട് ഈ പഴയ പണി പൂർത്തിയാകാതെ ഭാർഗവി നിലയം പോലെ കിടക്കുന്ന കെട്ടിടത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വാർത്തയാണ്. അത് പാർട്ടിക്കൊരു ക്ഷീണമാണ്. എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അത് മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ഉം. ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയും. എവിടെ തുടങ്ങുന്നോ എവിടെ അവസാനിപ്പിക്കുന്നോ നിശ്ചയമില്ലെങ്കിലും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയും സഹപ്രവർത്തകരുള്ള വിശ്വാസവും കൊണ്ട് തുടങ്ങി. ഈശ്വര കൃപയാൽ 2020 ചിങ്ങമാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. ഓ ഗ്രേറ്റ്. അതേപോലെ തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും ശക്തിപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. അപ്പോൾ അതിന് മുമ്പ് 11 സീറ്റിലും കോൺഗ്രസ് ഇല്ലായിരുന്നു. അതെ, അതെ. അതിനുശേഷം 2 സീറ്റിലേക്കും മറ്റ് സീറ്റുകളിൽ ഈ മത്സരം ആ. കാഴ്ചവെക്കാനും അതെ. കഴിഞ്ഞു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം വളരെ തുച്ഛമാക്കാനും 2000 വോട്ടിനൊക്കെ താഴെയാക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് ഒരു ചിട്ടയായ പ്രവർത്തനം വേണം. ഈ ചിട്ടയായ പ്രവർത്തനം എന്ന് പറയുന്നത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് കുറെക്കൂടെ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ അത് പോകണം. ചിലപ്പോൾ എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ആ തലയ്ക്കുള്ളിൽ ഇതിങ്ങനെ പരുവപ്പെട്ട് വന്നതാണോ, അത് ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി ചില കാര്യങ്ങൾ ഇന്ന സമയത്ത് തീർക്കണം, ഇന്നത് തീർക്കണം, ഇന്നത് ചെയ്യണം, ഇന്ന ആളിനെ കാണണം, അങ്ങനെയാണോ വർക്ക് മുന്നോട്ട് പോയത്? നിശ്ചയദാർഢ്യം തന്നെയാണ് ശരി. ഉം. ഒരു ലക്ഷ്യം മനസ്സിൽ കാണും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും എന്ത് ബുദ്ധിമുട്ടാനും നേരായ വഴിയിൽ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കും അത് പ്രയത്നിക്കും. ഉം. അതാണ് ആ ഒരു ചിന്ത. ഇപ്പോൾ കൊല്ലത്തെ കോൺഗ്രസ്സിന് പുനർജീവൻ വേണം, ഒന്നാമത്തെ ലക്ഷ്യം. അതിന് എന്തൊക്കെ സാധ്യം. ഇതിനിടയിൽ ഒരുപാട് പേര് അഭ്യുദയകാംക്ഷികളുടെ ഉപദേശം ഉണ്ടാകും, മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും, സഹപ്രവർത്തകരുടെ പ്രോത്സാഹനം ഉണ്ടാകും. ചിലപ്പോൾ ചിലർ നിരാശപ്പെടുത്തും, ചിലർ തടയും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടെ മനസ്സിലിട്ടിട്ട് ഇല്ല, എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഉം. കൊല്ലത്തെ കോൺഗ്രസ് പുനർജീവൻ വേണം, കൊല്ലത്തെ UDFന് ശക്തി വേണം. അപ്പോൾ ആളുകൾ കളിയാക്കി പറയും ശൂന്യതയിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്ന്. ഉം. ശൂന്യതയിലല്ല നമ്മുടെ കോൺഗ്രസ്, ശൂന്യതയിലല്ല നമ്മുടെ UDF. തൽക്കാലം ഒരു പ്രതിസന്ധി ഉണ്ട്, ആ പ്രതിസന്ധി ഞങ്ങൾ അതിജീവിക്കും. ഇതിനേക്കാൾ 1977 ഇന്ത്യയിലെ കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഇന്ദിരാജി അടക്കം ജയിലിൽ പോയതാ. അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളഞ്ഞു, കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു. 80 തിരിച്ചു വരുന്ന വർദ്ധിത വീര്യത്തോടെയല്ലേ ഇന്ദിരാ പ്രിയദർശിനിയുടെ ഓരോ വാക്കും പ്രവർത്തി. എന്നും എൻ്റെ പ്രചോദനം പ്രിയപ്പെട്ട പ്രിയദർശിനിയാണ്. 67 കേരള നിയമസഭയിൽ കേവലം 9 MLA-മാരുമായിട്ട് കേരള നിയമസഭയുടെ മൂലയ്ക്കിരുന്നു കോൺഗ്രസ്. ലീഡർ ശ്രീ K. കരുണാകരന്റെ നേതൃത്വത്തിൽ പിന്നീട് നടത്തിയ പോരാട്ടം ചരിത്രത്തിലുണ്ട്. അവിടെയും കോൺഗ്രസിനെ എഴുതി തള്ളിയതാ. പക്ഷെ കോൺഗ്രസ് ഭയങ്കരമായി തിരിച്ചു വന്നു, വളരെ നല്ല രീതിയിൽ തിരിച്ചു വന്നു. അതെ, കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ DNA. അങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഞാൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം നടന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് 2019. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ മുഴുവൻ നിയോജകമണ്ഡലത്തിലും ഭൂരിപക്ഷം കിട്ടിയത് കൊല്ലത്താണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ ഒരു 1-2 നിയോജകങ്ങളൊക്കെ പുറകിൽ പോയപ്പോൾ മുഴുവൻ നിയോജകമണ്ഡലത്തിലും ഭൂരിപക്ഷം എത്തി. 3 പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട്. പിന്നീട് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒന്നും ഇല്ലാത്തടത്ത് നിന്ന് 22 പഞ്ചായത്തുണ്ടായി. 5 പഞ്ചായത്തായിരുന്നു അതിന് മുമ്പ് ഞങ്ങൾക്ക് പൂർണ്ണമായും ജയിച്ചത്. ബാക്കി 3 പഞ്ചായത്ത് അല്ലാതെ പ്രസിഡന്റ് കിട്ടി, രാഷ്ട്രീയ സാഹചര്യം കൊണ്ട്. അത് അങ്ങനെ 8 പഞ്ചായത്തുണ്ടായിരുന്നു. നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ലാത്തടത്ത് ചവറ കിട്ടി, മുനിസിപ്പാലിറ്റി ഇല്ലാത്തടത്ത് പരവൂര് കിട്ടി. അതുപോലെ മൊത്തത്തിലൊരു ഓവറാൾ ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് ഞങ്ങൾ കയറി. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തെ കോൺഗ്രസ്, കൊല്ലത്തെ UDF തിരിച്ചു വരവിന്റെ പാതയിലാണ്. 30 ആണ്ടുകൾക്ക് ശേഷം കൊല്ലം നഗരസഭയുടെ ഭരണം UDFന്റെ കൈകളിൽ എത്തിയത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് സന്തോഷം പകരുന്നു. അതുപോലെ പഞ്ചായത്തിൽ കിട്ടി, ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ 10 പേരെ കിട്ടി, UDFന് 10 പേരെ കിട്ടി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടി. വലിയ മാറ്റത്തിലാണ് കേരളത്തിൽ കൊല്ലത്തെ കോൺഗ്രസ് UDF. പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനെ നമുക്കൊരു സ്പെസിഫിനായിട്ട് ചിലപ്പോഴൊക്കെ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കേരളത്തിനെ സംബന്ധിച്ച്. നിയമസഭയിൽ മറ്റൊരു തരത്തിലായിരിക്കും, പാർലമെന്റിൽ വേറൊരു വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും. ഈ നിയമസഭയിലെ നമ്മുടെ പ്രതീക്ഷ എന്താണ് കോൺഗ്രസിന്? ജില്ലയിലെ കോൺഗ്രസിന്, സംസ്ഥാനത്തെ കോൺഗ്രസിന് വാനോളം പ്രതീക്ഷയുണ്ട്. കാരണം ഒരു സമാനതകളില്ലാത്ത ദുർഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം എല്ലാ ഗവൺമെൻറ്റുകൾക്കെതിരായും ജനവികാരം ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ LDF ഗവൺമെൻറ്റിനെതിരായി ഉയർന്നു വരുന്ന അത്രയും ജനവികാരം, സമസ്ത ജനവിഭാഗങ്ങളെയും അസംതൃപ്തരാക്കിയൊരു ഭരണം കേരള ചരിത്രത്തിൽ ഇതുവരെ ഇല്ല. ഒന്നത്. 2, അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ഒക്കെ ഒരു ഇടമാക്കി മയക്കുമരുന്ന് മാഫിയ തന്നെ കേരളത്തിൽ തഴച്ചു വളരുകയാണ്. ഭരണകൂടം നടപടിയെടുക്കുന്നില്ല. ഗുണ്ടകൾ അഴിഞ്ഞാടുക. CPM നേതാക്കന്മാർ പോലീസിൻ്റെ ചെകിട്ടത്തടിക്കുക. പോലീസ് സ്റ്റേഷനിൽ കയറി എന്തെല്ലാം അക്രമങ്ങൾ അവർ കാണിക്കും. കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ടയിൽ കയറി അക്രമം ചെയ്ത് പെറ്റി കേസ് പോലും എടുത്തില്ല. അപ്പം ഗുണ്ടാരാജാണ് കേരളത്തിൽ. ഈ എല്ലാ അന്യായങ്ങൾക്കും അനീതികൾക്കും ഇടയിൽ കേരളത്തിലെ പൊതുസമൂഹം ഒരു നന്മയെ പ്രതീക്ഷിക്കും. അവിടെ അവർ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് UDFനെയാണ്, കോൺഗ്രസിനെയാണ്. കൊല്ലത്തേക്ക് വന്നാൽ
ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുഴുവൻ സീറ്റുകൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 2 സീറ്റുകൾ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. 3000 വോട്ടുണ്ടായിരുന്ന 3 സീറ്റ് ജയിക്കുമായിരുന്നു. ചെറിയ വോട്ടിന് ഞങ്ങൾ 3 പേര് തോറ്റു. അതുപോലെ ചവറയിൽ ശ്രീ ഭൂമി വിജയനും, കൊല്ലത്ത് ഞാനും, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും. അതുപോലെ തന്നെ 42,000 ശിഷ്ട വോട്ടിന് തോറ്റ കൊട്ടാരക്കര ഞങ്ങൾ 10,000 ശിഷ്ട വോട്ടിന് മാത്രമാണ് തോറ്റത്. അതുപോലെ എല്ലാം മിക്കവാറും 1-2 സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടവും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ തോറ്റെടുത്തും പൊരുതി തോറ്റതാണ്. ആ പൊരുതിയെടുത്തൊക്കെ ഞങ്ങളിപ്പോൾ ജയിച്ചു വരും. പഠിത്തത്തിൽ മിടുക്കിയായിരുന്നു. ഇപ്പോൾ അമ്മയുടെ കിടപ്പും മരണവും ഒക്കെ നടക്കുന്ന സമയത്ത് പോലും ആണ് LLMൻ്റെ എക്സാമൊക്കെ എഴുതിയത്. അതിൽ ജയിച്ചു വന്ന ഒരാളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്ക് പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്യും, ഇനി ഇയാളിങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ളൊരു അവസ്ഥ വരും. അത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെയും സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ തന്നെ ശക്തമായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുമ്പോഴൊക്കെ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് മനസ്സിനെ? അത് കറക്റ്റാണ്. കാരണം ഒരുപാട് പേര് ചോദിക്കും തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പിന്നെയും എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു. ഫെയിലേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. സംശയമില്ല. പിന്നെ ഓരോ കാര്യത്തിനും നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കാര്യം ഒക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെറുപ്പമായിരുന്നു പഠിച്ചു വളർന്ന ഒരുപാട് പാഠങ്ങളുണ്ട്, മൂല്യാധിഷ്ഠിത പാഠങ്ങൾ. ആ പാഠങ്ങൾ നമുക്ക് എന്നും കരുത്താണ്. ഭഗവത്ഗീതയെ പറയുന്ന പോലെ കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. അതിനുമപ്പുറത്തേക്ക് ഈ പരാജയങ്ങളിൽ ഏറ്റവും ഊർജ്ജം എനിക്ക് തന്നിട്ടുള്ളത്, എനിക്കറിയാം ഞാനെന്ന വ്യക്തിയുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ജീവിത വീക്ഷണത്തിലോ ഒരു തെറ്റുകൊണ്ടല്ല തോക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസ് UDF ജയിച്ച സീറ്റിലൊന്നുമല്ല ഞാൻ മത്സരിച്ചത്. എന്തെങ്കിലുമൊക്കെ UDF ജയിച്ചിട്ടുണ്ടാകും, പക്ഷേ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകൾ UDF ജയിച്ച സീറ്റല്ല. എനിക്ക് ആദ്യം ഞാൻ മത്സരിച്ച ചാത്തന്നൂരിലാണ്. 24,000 പരം വോട്ടിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി തോറ്റ സീറ്റിലാണ്. അന്നൊന്നും ഇത്ര 24,000 വോട്ടൊന്നും കോൺഗ്രസ് തോക്കാറില്ലായിരുന്നു. അതിന് മുമ്പൊക്കെ ചെറിയ വോട്ടുകൾക്കൊക്കെ ആയിരുന്നു തോറ്റത്. ആ കാലഘട്ടത്തിൽ 24,000 പരം വോട്ടിന് UDF സ്ഥാനാർത്ഥി ശ്രീ പ്രതാപവർമ്മ തമ്പാൻ തോറ്റ സീറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത്. പകുതിയിൽ താഴെ വോട്ടിനാണ് ഞാൻ പിന്നീട് അവിടെ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 10-30 വർഷം UDF തോറ്റ സീറ്റിലാണ് അതിനുശേഷം മത്സരിക്കുന്നത്. ഏറ്റവും അവസാനം മത്സരിച്ചത് ഇവിടെയാണ്, കൊല്ലത്ത്. 17,611 വോട്ടിന് അതിന് തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പ് UDF തോറ്റ സീറ്റാണ്. അതാണ് 2072 കൊണ്ടുവന്നത്. അപ്പം എനിക്ക് നല്ല ഉറപ്പ്, ആത്മവിശ്വാസമുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ പൊതു രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളോ വിജയങ്ങളോ എൻ്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒപ്പം തന്നെ പൊതു സേവനം എന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുമാണ് പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലൊരു തോൽവി വന്നാൽ ആ തോൽവിയിൽ മനം മടുത്ത് വേദനിച്ചിരിക്കാനുള്ളതല്ല, അടുത്ത വിജയത്തിലേക്ക് നടന്നു കയറാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതിൽ എൻ്റെ റോൾ മോഡൽ മുമ്പ് ഏറ്റവും കൂടുതൽ വായിച്ചറിഞ്ഞിട്ടുള്ളത് എബ്രഹാം ലിങ്കൻ്റെ കാര്യമാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ കൗണ്ടി തെരഞ്ഞെടുപ്പ് മുതൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരെ തോറ്റു. അദ്ദേഹം തോൽക്കാനായി ജനിച്ച ആളാണെന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോയിരുന്നുവെങ്കിൽ അടിമത്ത നിരോധനം നടത്തുന്ന ഒരു പ്രസിഡന്റിനെ അമേരിക്കയ്ക്കും ലോകത്തിനും കിട്ടില്ലായിരുന്നു. പരാജയങ്ങൾ തളരാനല്ല, പൊരുതി ജയിക്കാനാണ്. കാരണം എൻ്റേതല്ലാത്ത തെറ്റുകളുണ്ടല്ലേ. ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികൾ എന്നെ ഏറ്റവും തെറ്റിദ്ധരിക്കുന്ന കുഴപ്പക്കാരിയായ ഒരാളായിട്ട് അവതരിപ്പിക്കുമായിരിക്കും. അതിൽ അവർ വിജയിച്ചിട്ടുണ്ടാകും. എല്ലാ തെരഞ്ഞെടുപ്പും അവരത് വിജയിക്കത്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം എന്നെ തിരിച്ചറിയും. കാരണം എത്രയോ വർഷം, പതിറ്റാണ്ടുകളായി ജനത്തോടൊപ്പം സാധാരണക്കാരോടൊപ്പം മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഉറപ്പാണ് വിജയം ഒരു നാൾ എന്നിലേക്കും ഈശ്വരൻ കടാക്ഷിക്കും, കൊല്ലത്തെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണക്കടലാസ് ഒട്ടിച്ചാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് ഭയങ്കര ചങ്കുറപ്പോടുകൂടി രസകരമായിട്ട് പറയാറുണ്ട്. അന്നു മുതലേ കടന്നുകൂടിയതാണ് ഈ രാഷ്ട്രീയം, ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പരിസ്ഥിതി. അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ, എനിക്ക് തോന്നുന്നു 4 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ്റെ പുറകെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഈ SFIയിൽ SN കോളേജ് എന്ന് പറയുന്നത് കുറച്ചൊരു പ്രശ്നമുള്ളൊരു സ്പേസ് ആയിരുന്നു. അവിടെ ഒരു കോൺഗ്രസ്സുകാരി യൂണിറ്റ് സെക്രട്ടേറിയറ്റൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്, കടന്നു കയറുക എന്ന് പറയും. പക്ഷേ അവിടെയൊക്കെ ഈ അധ്യാപകരൊക്കെ സംവദിക്കുന്ന സമയത്ത്, എതിർ രാഷ്ട്രീയമൊക്കെ പറയുന്ന സമയത്ത് അതൊരു ട്രെയിനിങ് ആയിട്ടാണ് പിന്നീട് മനസ്സിലാക്കുകയും അവർ തന്നെ പിൽക്കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു, ഇന്നിപ്പോൾ SFIക്കാരൊക്കെ പഴയ SFIക്കാരെ കാണുകയാണെങ്കിൽ ബിന്ദുകൃഷ്ണ അങ്ങനെ ഒരു പൊസിഷനിലെത്തി, നമ്മളെക്കാളുമൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ വളർന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളും
അനലൈസ് ചെയ്യും എന്താണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന്. ഈ രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ ഓർക്കുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് ആയിരിക്കുമോ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞത്? കുട്ടിക്കാലം ഒന്ന് ഓർക്കുമോ? കുട്ടിക്കാലം ഒരുപാട് നല്ല ഓർമ്മകളാണ് പറയുന്ന പോലെ. നല്ല ഓർമ്മകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്ത് ഒരുപാട് സന്തോഷവും, അയൽക്കാരും ബന്ധുക്കളും എല്ലാവരും സ്നേഹവും സന്തോഷവും, പള്ളിപ്പെരുന്നാളും അമ്പലത്തിലെ ഉത്സവവും എല്ലാവരും ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യുന്നു. പിന്നെ എൻ്റെ വ്യക്തിപരമായ വിഷമങ്ങൾ എന്ന് പറയുമ്പം 2ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു രോഗം വന്നു. അപ്പം ഒരു ഓപ്പറേഷൻ ഇവിടെ കൊല്ലത്ത് വിക്ടോറിയ ജില്ലാ ആശുപത്രിയിലാണ് കൊണ്ടുവന്നത്. പക്ഷെ അന്ന് ഡോക്ടറുടെ ഒരു കൈപ്പിഴ കൊണ്ടുണ്ടായ ഒരു ഓപ്പറേഷനിലുണ്ടായ ഒരു പാകപ്പിഴ കാരണം പിന്നീട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. നിരന്തരം ചികിത്സയുമായി അച്ഛൻ അമ്മയുമായ ആശുപത്രികൾ കയറി ഇറങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികമായി കുടുംബത്തെ തകർത്തു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ സമയത്തും എനിക്ക് ധൈര്യമാണ്. കുഞ്ഞായിരിക്കുന്ന എനിക്ക് 5, 6, 7 വയസ്സൊക്കെ ഉള്ള സമയത്ത് പക്ഷെ അമിതമായ ധൈര്യം അത് എവിടുന്ന് ഈശ്വരൻ തരുന്നതായിരിക്കും. വലിയ ധൈര്യം പിടിച്ചു നിൽക്കാൻ. എങ്കിലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയി. എന്തായാലും 7ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് ഒരുവിധം ഡോക്ടർ ഇനി ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കാൻ പോലും പറ്റില്ല, നോക്കാൻ പോലും പറ്റില്ല, ഒരു പ്ലാവലയാണ് അവിടെ കിടക്കുന്നത്, അതിന് വെയിറ്റ് ഇല്ലാത്തതാ, എന്നാൽ പോലും അത് കുഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞ് അത്രയും ശരീരം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം. പക്ഷെ എങ്കിലും പിന്നീട് ഞങ്ങൾ അച്ഛൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടും എല്ലാവരും സത്യം ഞങ്ങളുടെ കുടുംബത്തെ അന്നും ഇന്നും എന്നും നിലനിർത്തുന്നത് കുടുംബത്തിൻ്റെ സ്നേഹം. അത് എൻ്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിലായാലും അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ തമ്മിലായാലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ തമ്മിലായാലും എല്ലാവരുടെയും ഈ സഹോദര സ്നേഹവും കുടുംബ ബന്ധങ്ങളും തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനായാലും എല്ലാ കാര്യത്തിലും കരുത്തെന്ന് പറയും. കാരണം ഇപ്പം എനിക്ക് രാവിലെ എൻ്റെ മോന് പ്രസവിച്ച് 50ൻ്റെ അന്ന് തൊട്ട് മോനെ എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോവുക. അപ്പോൾ പോകുമ്പം വീട്ടുകാർ ഒരുമിച്ച് കൂടെ വരിക, കുഞ്ഞിനെ നോക്കാൻ എപ്പോഴും ആളാണ്. എൻ്റെ വീട്ടിലായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും എല്ലാവരും കുഞ്ഞിനെ നോക്കി. പക്ഷേ എനിക്ക് ടെൻഷനാണ്. എന്നോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അതിനേക്കാൾ വലിയ ത്യാഗം ഈ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് പൊതുപ്രവർത്തനത്തിലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷമാണ്. വീട്ടിൽ സേഫാണ് കുഞ്ഞ്, പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ ടെൻഷൻ അടിച്ചു. അത് ഏതൊരമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ള ഒരു വികാരം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനവും ഇതും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളോ മറ്റു പ്രശ്നങ്ങളെക്കാൾ ജീവിതത്തെ വേദനിപ്പിച്ചിട്ടുള്ള എൻ്റെ 2 സഹോദരങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് അന്നും ഇന്നും എന്നും നമുക്കത് പിന്നീട് പിൽക്കാലത്ത് നമ്മൾ എപ്പോഴും ഒരുപാട് കാണാറുണ്ട്, കുട്ടികൾ മുങ്ങി മരിച്ചു അങ്ങനെയൊക്കെ കാണാം. പക്ഷെ അക്കാലത്ത് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലും കിണറുണ്ട്. കിണറുള്ള വീടായാലും ഇല്ലാത്ത വീടായാലും എല്ലാവരും തുണി കഴുകാനും കുളിക്കാനും പോകുന്നത് ആ പുഴയിലാണ്. എപ്പോഴും പോകും. അപ്പം ഞങ്ങളും അന്നൊരു വെക്കേഷനാണ്, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന വെക്കേഷനാണ്. ഞങ്ങൾ 3 പേരൂടെ പോയി കുളിച്ച് തിരികെ എനിക്ക് ഒരു ഇംഗ്ലീഷ് ട്യൂഷന് പോകുമായിരുന്നു. ആ വെക്കേഷൻ ക്ലാസ് ഞങ്ങളുടെ അടുത്തൊരു സാർ എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്യൂട്ടോറിയൽ ഞാനും ചുറ്റത്തുള്ള കൂട്ടുകാരുമായിട്ട് പോയി. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്ന് അടുത്ത ജംഗ്ഷൻ, അപ്പം ബസ് കയറ്റി എൻ്റെ സഹോദരന്മാർ വിട്ടു, ഞാനങ്ങ് ക്ലാസ്സിന് പോയി. തിരികെ വന്നപ്പോൾ കാണുന്നത് വീട് നിറയെ ആൾ. വരുന്ന വഴിക്കെല്ലാം ആൾ അറിഞ്ഞില്ലേ, മക്കളെ സുഖമെല്ലാം അറിഞ്ഞില്ലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചെന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര എല്ലാവരും പൊട്ടിക്കരച്ചിലും വീട് നിറയെ ജനം, എന്താണെന്ന് മനസ്സിലാക്കാതെ ആരോട് ചോദിക്കാൻ പറ്റത്തില്ല. അമ്മയൊക്കെ അമിതമായി നിലവിളിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. വന്ന് നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നത്, അന്നൊക്കെ കാറൊക്കെ അപൂർവം. കാറ് വന്ന് വീടിൻ്റെ വാതിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് 2 മക്കളെയും കൈകളിലെടുത്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരുന്നു. പിന്നീടാണ് അറിഞ്ഞത് അച്ഛൻ വന്നതിന് ശേഷം എന്തോ കാര്യത്തിൽ കൊല്ലത്ത് പോയിട്ട് തിരികെ വന്നതിന് ശേഷം അച്ഛൻ സൈക്കിൾ കഴുകാൻ പോയപ്പോൾ ഈ മക്കൾ 2 പേരുടെ ഞങ്ങൾ വരുന്നൊന്നും സാധാരണ ഞങ്ങൾക്ക് ആർക്കും അച്ഛനോട് പോകുന്ന ഇഷ്ടമല്ല കുളിക്കാൻ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛൻ ചിട്ടയാണ് എല്ലാം. കുളിക്കാൻ പോയാൽ ജസ്റ്റ് മുങ്ങണം, വന്ന് അച്ഛൻ സോപ്പിട്ട് തരും, നേരെ പോയി മുങ്ങിയിട്ട് തിരിച്ച് കയറിക്കോണം. ഞങ്ങൾക്കാണ് അവിടെ കിടന്ന് കളിക്കണം, നീന്തണം, അക്കരെ പോകണം. ആ പുഴ ഞങ്ങൾ എപ്പോഴും നീന്തി കിടക്കുന്നതാണ്. എപ്പോഴും കാലത്തും വൈകിട്ടും എല്ലാം പോകും, നീന്തി കിടക്കും. വെക്കേഷനായി ഞങ്ങൾ കൂടുതൽ സമയം അവിടെ തന്നെ. പക്ഷെ അതിന് അച്ഛനോട് പോയി സമ്മതിക്കാത്തതുകൊണ്ട് പോകാത്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അന്ന് അവർ അച്ഛൻ്റെ കൂടെ പോയി. അച്ഛൻ അതുപോലെ ജസ്റ്റ് സോപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് മുങ്ങി കയറെന്ന് പറഞ്ഞിട്ട് അച്ഛൻ സൈക്കിൾ കഴിയാൻ പോയി. സൈക്കിൾ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്തുള്ളൊരു കുട്ടി വന്ന് വിളിക്കുന്നു, ദേ അവർ വെള്ളത്തിൽ പോയി. വന്ന് നോക്കുമ്പോൾ കാണുന്ന പൊടിമോൻ ഇങ്ങനെ വെള്ളത്തിന് അടിയിൽ നിന്ന് ഓടി വന്നിട്ട് അച്ഛാന്ന് ഇങ്ങനെ പൊങ്ങി വിളിക്കുന്നു. അതേപോലെ തിരിഞ്ഞു. അതിൽ 2 മക്കൾ. പിന്നെ ആളുകളൊക്കെ ഓടിക്കൂടി എടുത്തപ്പോഴേക്കും മരണപ്പെട്ടു. അവരെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണ അല്ലാത്തൊരു ചുഴി രൂപപ്പെട്ട്, മണ്ണ് വാരൽ അന്നൊക്കെ മണ്ണ് വാരൽ ചുഴി രൂപപ്പെട്ടുകൊണ്ട് സംഭവിച്ചത്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി എന്ന്. അച്ഛനും അമ്മയൊക്കെ അതിനുശേഷം പൂർണ്ണമായി തകർന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തിട്ടില്ല എങ്കിലും ഇന്നൊക്കെ മാറി നമ്മൾ മുന്നോട്ട് വരും. ഈ പറയുന്ന കണക്ക് പ്രതിസന്ധികളെയൊക്കെ പിന്നെയും
എവിടുന്നോ കിട്ടുന്ന ഒരു ധൈര്യം, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ധൈര്യം, അതൊരു വലിയ ധൈര്യമാണ്. സംഘടനാബോധം, നമ്മൾ ദുഃഖങ്ങളിൽ, നഷ്ടപ്പെടലുകളിൽ ദുഃഖിച്ചിരിക്കാതെ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്തയായിരിക്കും. എനിക്കറിയത്തില്ല, അത്ര കണ്ട് വിശകലനം ചെയ്യാനുള്ള ഒരു പ്രായമൊന്നും അന്നില്ലല്ലോ. അതിനുശേഷം പഠിക്കാനൊക്കെ അച്ഛൻ ചായക്കട നടത്തിയിട്ടാണ് പഠിത്തം തുടർന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെന്ന് പോകുമ്പോഴും SFIയുടെ കോട്ടയിൽ പോയിട്ട് അവരുടെ മെമ്പർഷിപ്പ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധൈര്യം കാണിക്കുന്നുണ്ട്. അതൊരു കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലമുള്ള ഒരു കുടുംബം ഉള്ളതുകൊണ്ട് അച്ഛൻ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഈ പാർട്ടിയിൽ ഇടപെടുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് എന്നെ സഹായിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണോ, അതേ വെറുതെ ഒരു തൻ്റെ ഇടമായിരുന്നു? അങ്ങനെയല്ല, അതൊരു ആശയപരമായ ദൃഢതയാണ്. കാരണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളടക്കം എല്ലാവർക്കും, കാരണം നമ്മൾ വളർന്നു വരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് പഠിച്ച് വളർന്നതാണ്. അതെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവസരമുള്ള, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള കൂറാണെന്ന് കൂടി കൂട്ടിക്കോ. അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഹനിക്കാൻ പാടില്ല എന്ന. പക്ഷേ ഇത് ഇന്നത്തെ ഒരു ചിന്തയല്ലേ, അന്ന് എങ്ങനെയായിരുന്നു ചിന്തിച്ചത്? അന്നത്തെ ചിന്ത അത് തന്നെയാണ്. ഈ SFIക്കാർ യൂണിറ്റ് നേതാക്കന്മാർ വന്ന് എന്നോട് മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടുതൽ KSU അനുഭാവികൾ, കോൺഗ്രസ് കുടുംബങ്ങളിൽ, പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാ. പക്ഷെ അവരൊക്കെ അങ്ങ് എടുക്കുക, കാരണം SFI പഠിക്കണമെങ്കിൽ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊരു അലിഖിത നിയമം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാതിരുന്നപ്പോൾ, എന്തുകൊണ്ട് ഇവിടെ SM കോളേജ് പഠിക്കണമെങ്കിൽ SFIയുടെ ഇതെടുത്താലേ പറ്റുള്ളൂ? പറ്റില്ല, കാരണം ഞാൻ SFIയുടെ കോട്ടയിലൊന്നും അല്ലല്ലോ അന്ന്. ഞാൻ SM കോളേജ് മാനേജ്മെൻറ്റും SFIയുടെ കോളേജും അല്ല. SFI മാനേജ്മെൻറ്റാണ്, ശരി, മാനേജ്മെൻറ്റ് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണം, അവരുടെ അക്കൗണ്ടിൽ വരികയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയരാകണം. ഇതതിൻ്റെ കാര്യമില്ല. എന്നിട്ടും വീണ്ടും ഇത് എന്തുകൊണ്ട് എടുക്കുന്നില്ല, എന്താണ് തടസ്സമെന്ന് വീണ്ടും അവർ ചോദിക്കുക. അപ്പോൾ ഞാൻ അവരെ ഇത് പേപ്പറിങ് വാങ്ങി, അവരുടെ റെസിപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, I shall abide by the rules and regulations of Students Federation of India. ഞാൻ പറഞ്ഞു, I can't abide by, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കത് പറ്റും. അതെന്തുകൊണ്ട്? ഞാൻ KSU. അപ്പോൾ ഇവിടുത്തെ KSUക്കാരല്ലേ സ്വയം പുരുഷൻ, പറ്റില്ല, എനിക്കാവില്ല. അപ്പോൾ എൻ്റെ KSU ആയിരിക്കുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അന്നും അതെ, ഇന്നും അതെ, എന്നും അതെ. തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്യാൻ, എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, അത് ഓരോരുത്തർക്കും, എനിക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺസ് ആയ ഓരോരുത്തർക്കും എന്ത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോ എന്ത് മതത്തിൽ വിശ്വസിക്കണമെന്നോ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാതോ ഇരിക്കാനാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യം മാനിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് അമിതമായി കടന്നു കയറുന്നത് ഫാസിസ്റ്റ് ശൈലിയാണ്. ആ ഫാസിസ്റ്റ് ശൈലിയോട് അന്നും ഇന്നും എന്നും കലഹിക്കാനേ പറ്റൂ, സമരസപ്പെടാനാകില്ല. ഈ ചില സമയത്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോഴും രാഷ്ട്രീയക്കാർക്ക് നോക്കാൻ പറ്റാറില്ല. ഇപ്പോൾ അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ അച്ഛനെ ശുശ്രൂഷിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിന് പ്രചാരണത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു സിനിമാ കഥയാണ്. സത്യത്തിൽ അത് ജീവിതത്തിൽ നേരിട്ട് ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഇങ്ങനെ കണ്ടാൽ പോരെ, കുറച്ചുകൂടെ ആദരവോടുകൂടി കാണണമെന്ന് തോന്നില്ലേ? അപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു മനസ്സിൽ കറേജ് എന്തായിരുന്നു? അതൊന്നും പ്രത്യേകിച്ചൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല, നമ്മുടെ റുട്ടീൻ ലൈഫാണ്. ഇപ്പം ഞാനെന്ന വ്യക്തി ജീവിച്ച് വളർന്ന ജീവിത സാഹചര്യത്തിൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും അവരവർ ഇഷ്ടത്തേക്കാൾ മറ്റ് കുടുംബാംഗങ്ങളുടെ ഇഷ്ടങ്ങൾ. ഇപ്പോൾ എൻ്റെ ഞാൻ വളർന്ന്, അമ്മയ്ക്ക് വയ്യാതാണെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നത് സംഘടനാ ഈ പഠിക്കാൻ പോക്ക് മാത്രമല്ലല്ലോ, കോളേജ് സ്കൂളൊക്കെ കഴിഞ്ഞ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വൈകി വരുന്ന എനിക്ക് എൻ്റെ ഡ്രസ്സ് പോലും കഴുകേണ്ടി വരില്ല. അച്ഛനും അമ്മയും വയ്യെങ്കിലും ഒരാൾ കഴുകി കൊടുത്ത്, അമ്മയ്ക്ക് കൂടുതൽ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അച്ഛൻ കൂടെ നിന്ന് ചെയ്യും. അങ്ങനെ എല്ലാവരും പരസ്പരം സഹായിച്ച് കഴിയുന്നവരായതുകൊണ്ട് അച്ഛനെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതെനിക്കൊരു വലിയ ഉത്തരവാദിത്വമോ വലിയ കൃത്യനിർവഹണമൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛന് വയ്യാതിരുന്നാൽ ഭക്ഷണം എടുത്തു കൊടുക്കുക, എൻ്റെ അച്ഛന് വയ്യാതെ കിടക്കും, അമ്മ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അച്ഛൻ വയ്യാതിരിക്കുമ്പോൾ അച്ഛനെ കുളിപ്പിക്കാനോ അച്ഛന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിലും, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും ഇഷ്ടമാണ്. എൻ്റെ സഹോദരൻ എല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷേ എൻ്റെ അച്ഛന് എൻ്റെ ഒരു സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു എന്ന് തോന്നിയതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓടി ഓടി ഇടയ്ക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ ആളുണ്ട്, ഞാൻ എല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, എങ്കിലും എനിക്ക് മനസ്സമാനം കിട്ടത്തില്ല. ഓടി വീട്ടിലൊന്ന് വന്ന് അച്ഛനെ ഒന്ന് 2 ഉരുള വാരി കൊടുത്തിട്ട് പോകാൻ എനിക്ക് തോന്നും. നമ്മുടെ കർത്തവ്യം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ജീവിതമാണത്. അല്ലാതെ പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു വിശേഷിപ്പിക്കാൻ തക്ക വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മളാണത്, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ജീവനാണ്. നമ്മളിവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുമ്പോൾ ഈ കേഡർ സ്വഭാവമുള്ള സംഘടനകളും കോൺഗ്രസ്സിന് അങ്ങനെ ഒരു
സ്വഭാവം അല്ല ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ലൂസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനത്തിന് ചിലപ്പോഴൊക്കെ അത്തരത്തിലുള്ള പോരായ്മകളുണ്ടാവും. അത് കാരണം കൊണ്ട് ചില പോരായ്മകളുണ്ടാവും. പക്ഷേ എങ്കിലും ലൂസ്ഡ് ആയിട്ടുള്ളൊരു സംവിധാനം എനിക്കിഷ്ടമാണ്. പക്ഷേ നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും ഇപ്പോൾ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന സമയത്തും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് വെക്കുന്ന കരുത്തനാണ് ഇയാളുടെ അടുത്ത് നമ്മുടെ അടവൊന്നും നടക്കില്ല എന്നൊക്കെ തരത്തിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരെയാണ് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നത്, നേതാവാക്കുന്നത്. നേതാവിന് അങ്ങനെയൊക്കെ വേണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ നമ്മളവിടെ കൊണ്ടു നോക്കും. അയാൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ലിബറലായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവവും ഇത്തരത്തിലുള്ള കർക്കശ്യ സ്വഭാവമൊന്നും കാണിക്കാതെ അത്തരത്തിലുള്ള ഡയലോഗ്സ് ഒന്നും പറയാത്ത ഒരാളാണ്. ഇത് ചിലപ്പോഴൊക്കെ ഒരു ലൂസ്ഡ് സംവിധാനമാണെന്നുള്ളൊരു ബോധ്യമാണ് പലപ്പോഴും മാധ്യമങ്ങളിലൂടെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുക? അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മൾ നേരിടുന്നത്. ഇവിടുത്തെ നേതാക്കളെന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് കരുതുന്ന എന്നാൽ വലിയ കാർക്കശ്യ സ്വഭാവം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്. ഇപ്പോൾ കെ സുധാകരനെ കാണുന്നത് മറ്റൊരു തരത്തിലാണെങ്കിൽ വി ഡി സതീശനെ കാണുന്നത് വേറൊരു തരത്തിൽ, കെ സി വേണുഗോപാലിനെ, രമേശ് ചെന്നിത്തലയെ കാണുന്നത് വേറെ തരത്തിലാണ്. ഇവരൊക്കെ നേതാക്കളാണ്. പക്ഷേ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു നേതാവിനെ നമുക്ക് കാണിക്കാനും പറ്റില്ല. ഈ ലൂസ്ഡ് സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ മിക്കവാറും ഒക്കെ ചർച്ച ചെയ്യുന്നതാണ് ഈ ലൂസ്ഡ് സ്വഭാവത്തെക്കുറിച്ചും ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എന്ത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് പറയാം. ലൂസ്ഡ് സ്വഭാവം എന്നുള്ളതല്ലേ, ഒരു നേതാവ് അത് ഏത് ഘടകത്തിലുള്ള ഏത് തട്ടിലുള്ള നേതാവായാലും നേതാവ് നയിക്കുന്ന ആളായിരിക്കും. അത് ജനസഹസ്രങ്ങളെ, അത് നമ്പർ വാട്ട് ഓർ ഇറ്റ് മേ ബി, അവരെ നയിക്കാൻ ലീഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ആ നേതാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കാർക്കശ്യത്തിൻ്റെ ആൾരൂപമായി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെല്ലാം വെട്ടിനിരത്തി എൻ്റേതായ താല്പര്യങ്ങൾ, ഞാൻ പറയുന്ന ആശയങ്ങൾ അതുമാത്രമേ എല്ലാവരും പിന്തുടരാവൂ എന്ന് പറയുന്നവരെ കർക്കശക്കാരായിട്ടും കരുത്തരായിട്ടും സാധാരണ ജനങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ അതൊരു സൃഷ്ടികളാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഹിറ്റ്ലറുടെ കാലത്താണ്. ഹിറ്റ്ലറെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഗീബൽസ് പോലെയുള്ള ഒട്ടനവധി അനുയായികൾ അദ്ദേഹത്തിനുണ്ട്. അവരൊരു ബിംബമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുക്കും മേലെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതുക്കും മേലെയുള്ള ഒരാളാണ് എന്ന് അവതരിപ്പിക്കും. ആ അവതരണം എന്നത് സൃഷ്ടിയാണ്. അതൊരു ഫാസിസ്റ്റ് ശൈലിയാണ്. ആ ശൈലിയല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് ചേരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരത അത് അടിസ്ഥാന ശിലയാണ്. വൈവിധ്യങ്ങളിൽ ഏകത്വം കണ്ടെത്തുക എന്നുള്ളതാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. അവിടെ എല്ലാവരുടെയും വികാരങ്ങൾ, ഇന്ത്യയിലെ ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ആളുകളുടെ, ഓരോ പ്രദേശത്തെ ആളുകളുടെ പൊതുവികാരങ്ങൾക്ക് അനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്ന നേതാവിന് മാത്രമേ സ്ഥായിയായ നിലനിൽപ്പുള്ളൂ. അല്ലാതെ അനുയായികൾ സൃഷ്ടിച്ച് PR ടീമുകൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന നേതൃത്വമൊന്നും അധികാലം നിൽക്കത്തില്ല. ഒരുപക്ഷെ ഒരു സമയത്തത് വിൽക്കുമായിരിക്കും, അതിനപ്പുറത്തേക്ക് അത് നിലനിൽക്കത്തില്ല. യഥാർത്ഥ രൂപം പുറത്തു വരും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചിരിക്കാത്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശകരൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് PR ടീമിൻ്റെ ഭാഗമായിട്ട് ചിരിക്കുന്നത്. എങ്കിലും ഒരു അവിചാരിത സംഭവം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് നമ്മൾ കാണാറില്ലേ, കടക്കുപുറത്ത്. ഈ അടുത്ത സമയത്ത് ഒരു ജില്ലാ പഞ്ചായത്ത്, അവരുടെ പാർട്ടിയിൽ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെൽഫി എടുത്ത പെൺകുട്ടി, അദ്ദേഹത്തെ സംബന്ധിച്ചോളം കൊച്ചുമോളുടെ പ്രായമാകാനുള്ള ചെറിയൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അതൊരു സെൽഫി എടുത്താൽ എന്താ സംഭവിക്കുക? ഒരു കേരളത്തിലെ ജനനേതാക്കന്മാരെന്ന് പറയുന്നത് ആളുകൾക്ക് പ്രാപ്യരാണ്, ആക്സസിബിളാണ്. അങ്ങനെ അല്ലാതെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അത്തരം കരുത്തിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എനിക്ക് യോജിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട രാഹുൽജിയെ പോലെ ഉള്ള നേതൃത്വമാണ്. നോക്കൂ, ഏതൊരാൾക്കും പ്രാപ്യനാണ്. ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും അദ്ദേഹം നടന്നുപോയി. ഓടിയടുത്തവർ ആരൊക്കെയാണ്? സാധാരണ വീട്ടമ്മമാർ, കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, കാലുവയ്യാത്തവരടക്കം, മറ്റ് പല രീതിയിൽ അംഗവിഹീനരടക്കം, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ക്ലാസ്, എല്ലാ മനുഷ്യരും സ്വന്തമെന്ന് തോന്നി ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയല്ലേ. അദ്ദേഹം എത്രത്തോളം ലളിതമായാണ് ആളുകളോട് സംവദിക്കുന്നത്. ഒരു ധാർഷ്ട്യത്തിൻ്റെയും കരുത്തിൻ്റെയും പിൻബലമായിട്ടല്ലല്ലോ, മറിച്ച് ആശയദൃഢത, എടുക്കുന്ന നിലപാടിൻ്റെ സ്ഥിരത. എത്രയോ ശരിയാണ്. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു ഫാസിസ്റ്റ് ശൈലിയോടും സമീകരിക്കില്ല എന്ന് അല്ലെങ്കിൽ സമരസപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ ആ നിലപാടിലല്ലേ കരുത്ത്. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ജനാധിപത്യ സമൂഹത്തിന് ചേർന്നല്ല. ഏകാധിപത്യ സമൂഹത്തിന് അത് അനുകരണീയമാണ്. അതുകൊണ്ട് ആ കരുത്തിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് നിർത്തി കിട്ടുന്ന കരുത്തിനാണ്. പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രോബ്ലം, നമ്മൾ ഈ
ഈ ലിബറലായിട്ടുള്ള ലൂസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ ഈ വേദിയിൽ ഒരുപാട് പേര് തള്ളിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ ട്രോൾ ആവാറുണ്ട് ഇത്. മറ്റേ പാർട്ടികളിൽ അതെങ്ങനെ ഉണ്ടാവില്ല, കൃത്യമായിട്ട് കസേരകൾ ഉണ്ടാവും, ആ കസേരകളിൽ ഇരിക്കേണ്ടവർ ഇരിക്കാറുണ്ട്. ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് മോശമായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോഴൊക്കെ ഇതിനെ നല്ലതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല, ഘടകകക്ഷികൾ തമ്മിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. അകത്ത് നിന്ന്, സംഘടനയ്ക്കകത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ട് മുമ്പുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിട്ടാണ് മനസ്സിലാക്കണേ? വലിയ പ്രതീക്ഷയും അതിലേറെ സന്തോഷവും നൽകുന്നതാണ് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത്. കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്നും നല്ല പ്രതീക്ഷയും മതിപ്പും ഉള്ളത്. പലപ്പോഴും ജനങ്ങൾ പറയുന്ന ഏക കാര്യം, ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഐക്യമില്ലായ്മയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഐക്യമുണ്ട്. പക്ഷെ കോൺഗ്രസിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. ഇരുമ്പ് ചട്ടക്കൂടി ഇല്ല ഞങ്ങളുടെ പാർട്ടിക്ക്. ഞങ്ങളുടെ പാർട്ടിക്ക് അഭിപ്രായം പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജി വിമർശിക്കണമെങ്കിൽ ഒരു പ്രവർത്തകയ്ക്ക് വിമർശിക്കാം. CPM വിമർശിച്ചാൽ പിന്നെ അവിടെ കാണത്തില്ല. അവിടെ കാണാതെ പോട്ടെ, പിന്നെ ബാക്കി എന്താണ് നമ്മൾ പലരുടെയും അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യം ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിലുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടുതലായി കോൺഗ്രസ് അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചില ഘട്ടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസിൻ്റെ സവിശേഷത ഇത്രയും, ഇപ്പം ഞാൻ എന്നോട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ പ്രായം മുതൽ, വാക്കുകൾ ചേർത്ത് പറയാൻ തുടങ്ങിയ കാലം മുതൽ, ഓർമ്മ വെച്ച കാലം, ഒറ്റ വാരിക്ക് പറഞ്ഞ ഓർമ്മ വെച്ച കാലം മുതൽ കോൺഗ്രസ് പ്രവർത്തകയാണ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിൽ 93 KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്ന നാൾ മുതൽ ഇന്ന് വരെ സംസ്ഥാന രാഷ്ട്രീയമായിട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ KPC രാഷ്ട്രീയ സമിതി അംഗം എന്ന നിലയിൽ അടുത്തുനിന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസ്സിൽ ഇത്രത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനവും സന്തോഷവും പരസ്പരം സാഹോദര്യമുള്ളൊരു അന്തരീക്ഷം, അത് വളരെ വലുതാണ്. ഒരു അഭിപ്രായ വ്യത്യാസം എതിരാളികളും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഒപ്പിയെടുക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് കാത്തിരുന്ന മാധ്യമങ്ങൾ അവസാനം നടക്കില്ല എന്ന് കണ്ട് ആ ഐക്യത്തോടൊപ്പം പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സ്ഥാനാർത്ഥിനെയും ആദ്യഘട്ട പട്ടിക കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്നലെ അംഗീകരിച്ചു. 31 പട്ടിക. ആ പട്ടിക പോലും ഒരു അപശബ്ദം പോലും ഇല്ലാതെ പട്ടികയിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ദൈവാനുഗ്രഹത്താൽ ഉണ്ട്. ഇനി ജയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് തീർച്ചയായും. അത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം. ഈ കോൺഗ്രസ്സിൽ ഇടയ്ക്ക് നമ്മൾ രാഹുൽ ഗാന്ധിയെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട് വോട്ട് ചോരിയൊക്കെ വരുന്ന സമയത്ത് ഈ മാധ്യമങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് സംബന്ധിച്ചത് ആധുനികമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനൊക്കെയാണ് പുള്ളി കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് തോന്നിയൊരു മതിപ്പുണ്ട്, ഈ മനുഷ്യൻ കൊള്ളാമല്ലോ, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും നിയമസഭയിൽ ഈ പ്രാവശ്യം ഈ പറയുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുമെന്ന് ഊഹിക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ചെറുപ്പക്കാരെയൊക്കെ മുന്നിൽ നിർത്തി, ഒപ്പം മഹിളാ കോൺഗ്രസ്സിൽ നിൽക്കുന്ന മുതൽ ഏറ്റവും ശക്തമായിട്ട് സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് ഇപ്പം നമ്മൾ നിയമസഭയിൽ ഒരു 14 പേരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു 8% ഉള്ളത്. ഇതിനൊരു 50% എത്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. ഇതിപ്പോൾ നിയമം മൂലം നമ്മൾ തദ്ദേശ സ്വയംഭരണത്തിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭയിലൊക്കെ എത്തണ കാര്യം നമുക്കൊന്നും ഇപ്പോൾ സ്വപ്നം ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ചെറിയ ശതമാനമാണ്. ഇതൊക്കെയും ഒക്കെ പ്രതിഫലിക്കുമോ? തീർച്ചയായും വലിയ മാറ്റങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളും അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയും ഒക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ഒരുപാട് പ്രൗഢമായ പാരമ്പര്യം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എല്ലായിടത്തും മുമ്പേ നടന്നത് കോൺഗ്രസ്സാണ്. രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വനിതാ രാഷ്ട്രപതി, വനിതാ ഗവർണർ എന്ന് വേണ്ട വനിതാ ചീഫുമാർ. ഇപ്പോൾ കേരളത്തിൽ പോലും ഒരു പാർട്ടിയിൽ ജില്ലയിലാണെങ്കിലും വനിതാ ചീഫിനെ കോൺഗ്രസ് മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. CPM ഇന്നൊരില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനത്തിലെ CPI പാലക്കാട് ഒരാളെ ആക്കിയത്. അങ്ങനെ എല്ലായിടത്തും ചെറുതും വലുതുമായ എല്ലാ സ്ഥാനങ്ങളിലും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, മതിയായ വനിതാ പ്രാതിനിധ്യം ഒരിടത്തുമില്ല. അത് കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ കുറവ് മാത്രമല്ല, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നതും പ്രതിഫലിക്കുന്നതും. അതിന് സാമൂഹികമായ മാറ്റത്തിന് കുറച്ച് സമയമെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അനിവാര്യമാണ്. അനധിവിദൂരമായ ഭാവിയിൽ കുറച്ചധികം സമയമെടുക്കുന്നു. അതെ, ഞാനടക്കമുള്ള വനിതാ പ്രവർത്തകരെ സംബന്ധിച്ച് അതിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം സമൂഹം ഇടപെട്ടാൽ മാത്രമേ, ഞാനടക്കമുള്ള വനിതകൾ മത്സരിക്കുന്നു, നിരന്തരവും സക്രിയവുമായ പ്രവർത്തനങ്ങളുടെ ജനതാൽപര്യത്തിനനുസൃതമായി നിൽക്കുന്നതാണ്. വിജയം ജനങ്ങൾ സമ്മാനിക്കുമ്പോൾ മാത്രമല്ലേ
തീർച്ചയായും അതിൽ ഇടപെട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ. പക്ഷേ അതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ തോൽക്കുന്ന സീറ്റുകൾ എടുത്ത് വനിതകൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആക്ഷേപം പലപ്പോഴും പാർട്ടികളിൽ ഉണ്ടാവാറുണ്ട്. എല്ലാ സീറ്റും എപ്പോഴെങ്കിലും പാർട്ടികൾ ജയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം പോസിറ്റീവായി കാണുക. ഇപ്പം അധികാരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികൾ സ്വർണ്ണ തളികയിൽ വെച്ച് തരുമ്പോൾ വനിത ആയതുകൊണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞ് പറയുന്ന ഔചിത്യം, അതിൽ എനിക്ക് യോജിപ്പില്ല. നമുക്ക് പൊരുതാം, നല്ല ആശയത്തിനായി നല്ല നാളേക്കായി പൊരുതാം. ഒപ്പം കേരളത്തിലെ ജനത ഉണ്ടാവും, കൊല്ലത്തെ ജനത ഉണ്ടാവും എന്ന പ്രതീക്ഷ. ഈ UPA ഗവൺമെൻറ് കൊണ്ടുവന്ന പല പദ്ധതികളും അല്ലെങ്കിൽ പല എന്താ പറയുക പ്രോഗ്രാംസ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ നമ്മൾ ലോക മാതൃകകളായിട്ട് കാണുന്ന സംവിധാനങ്ങളാണ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ എന്തായാലും കോൺഗ്രസ്സിന് അധികാരം കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചില വിഷൻസൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ കോൺഗ്രസ് ഘടകവുമായിട്ട് സംവദിച്ചും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ യങ്സ്റ്റേഴ്സുമായിട്ട് സംവദിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്കറിയില്ല, ഉള്ളറിയില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് അത്ര ധാരണയില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതി കേരളത്തിന് വേണ്ടി മുൻപോട്ട് വെക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ഇലക്ഷനെ നേരിടുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇലക്ഷനിലെ നമ്മുടെ പ്രഖ്യാപനങ്ങളൊക്കെ? UDFൻ്റെയും LDFൻ്റെയും പ്രകടന പത്രിക തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കും. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി സാറിൻ്റെ അതായത് 2011 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചു. ആ 100 കർമ്മപരിപാടികളടക്കം. അതിൻ്റെ ഒരു സവിശേഷം, ആദ്യത്തെ 100 ദിവസത്തിൽ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുക. അത് ചുമ്മാ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് എഴുതി വയ്ക്കുകയല്ല, ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുക. അതിന് മുമ്പ് AK ആൻ്റണി സാറിൻ്റെ ഗവൺമെൻറ് കാലത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്, ലീഡറുടെ കാലത്തും അങ്ങനെ തന്നെ ചെയ്തത്. മറിച്ച് CPMൻ്റെ അല്ലെ LDFൻ്റെ പ്രകടന പത്രിക നോക്കൂ, 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ചെയ്യാതെ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഉദ്ഘാടനം, റോഡിൻ്റെ കഴിഞ്ഞ 5 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് ഞങ്ങൾ സമരം ചെയ്ത് തളർന്ന ഒരു റോഡ്, അവിടെ ചന്ദനത്തോപ്പിനകത്ത് മുളന്തിയാർ മുക്കുന്നിൽ ഉള്ള ഒരു റോഡ്. ഈ റോഡ് ഇന്നിപ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അതിന് വലിയ പോസ്റ്റർ എന്നുവെച്ചാൽ പണിഞ്ഞിട്ടല്ല, സാധനം ഉദ്ഘാടനം ചെയ്ത് പണി തീർത്തിട്ടാണ്. ഇത് പണി ചെയ്യാൻ പോകണമെന്നും പറഞ്ഞ് എത്രയോ വർഷം മുമ്പ് ഫ്ലെക്സ് വെച്ചതാ, എന്നിട്ട് വീണ്ടും ചെയ്യാം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പല പരിപാടികൾ 2021 പ്രകടന പത്രികയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് അവർ പറഞ്ഞത് ആ ക്ഷേമ പെൻഷനുകൾ 2500 രൂപയാക്കും. ആക്കിയോ? ഇല്ല. 5ാം വർഷത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ച പറഞ്ഞു ഞങ്ങളിത് 1600 ആയിരുന്നു 400 വർദ്ധിപ്പിച്ച് 2000 ആക്കി. ഇങ്ങനെ തട്ടിപ്പാണ് അവർ നടത്തുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ UDF പറയുന്നത് നടപ്പാക്കാവുന്നതേ പറയൂ, പറയുന്നത് നടപ്പാക്കും. ഈ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നുള്ള കർണാടകയിൽ UDF കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്ത വാഗ്ദാനങ്ങൾ ആദ്യത്തെ മന്ത്രിസഭയിലും തൊട്ടടുത്ത മന്ത്രിസഭകളിലും നടപ്പാക്കിയത്. എന്നുവെച്ചാൽ നീട്ടിവെച്ചിട്ടല്ല, 5ാം വർഷം അവസാനമല്ല, ആദ്യം തൻ്റെ പ്രയോറിറ്റി കൊടുത്ത് ആദ്യ മന്ത്രിസഭയിൽ ഇന്ന തീരുമാനം എടുക്കണം, അടുത്ത മന്ത്രിസഭയിൽ ഇങ്ങനെ തീരുമാനം എടുക്കണം എന്നും പറഞ്ഞ് പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നടപ്പാക്കും. സ്ത്രീകളുടെ ഫ്രീ യാത്രയായാലും അത് കർണാടകയിൽ ചെയ്തു, തെലങ്കാനയിൽ ചെയ്തു, കേരളത്തിൽ വാഗ്ദാനം. കഴിഞ്ഞ ദിവസം മാർച്ച് 7-ാം തീയതി രാഹുൽജി തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 5 ഗ്യാരണ്ടീസ്, ഇന്ദിര ഗ്യാരണ്ടീസ് പറഞ്ഞു. തീർച്ചയായും ആ ഗ്യാരണ്ടികൾ നടപ്പാക്കും. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ, വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, പ്രൊഫഷണൽസിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം പ്രത്യേകം അഭിസംബോധന അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഏറ്റവും പ്രധാനം ചെറുപ്പക്കാരില്ലാത്ത നാടായി കേരളം മാറുന്നു എന്നുള്ളത്. ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ കൂടുതലാണ്, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ നാട് വിട്ട് പോവുക. പ്ലസ് 10ാം ക്ലാസ് ആകുമ്പോഴേ കുഞ്ഞുങ്ങൾ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലോകത്ത് ഏത് രാജ്യത്തേക്ക് എനിക്ക് പോകാൻ കഴിയും, ഇവിടെ നിന്നാൽ എൻ്റെ കാര്യം അത്ര സേഫ് അല്ല എന്നൊരു ഫീലിംഗ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ. അതിന് അടിസ്ഥാനപരമായ കാരണം ഞാൻ വിശ്വസിക്കുന്നു LDF ഗവൺമെൻറ് സ്വജനപക്ഷപാതമാണ്. PSC മുമ്പൊക്കെ എങ്ങനെയാണ്, PSCയിൽ നമ്മൾ പരീക്ഷ എഴുതി, എഴുത്തു പരീക്ഷ പാസ്സായി, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അത് പാസ്സായി, കായികക്ഷമതാ പരീക്ഷ ആവശ്യമുള്ളതിന് അതും പാസ്സായി, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ ഉറപ്പാണ് ജോലി. വളരെ കുറച്ച് പേർക്ക് അങ്ങനെ ജോലി കിട്ടാതെ. ഇപ്പം എന്താ സ്ഥിതി? റാങ്ക് ലിസ്റ്റുകൾ ഭൂരിപക്ഷവും അവസാനിക്കുക, ജോലി കിട്ടാതെ. എന്നും സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കുന്നത് ചെറുപ്പക്കാരായി പ്രസവിച്ച് ഒരാഴ്ചയെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സമരം ചെയ്യാൻ പെൺകുട്ടികളടക്കം പോകേണ്ടി വരിക. കാരണം എന്തുകൊണ്ട്? CPM നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും സ്വന്തക്കാരുടെയും ഇഷ്ടക്കാരുടെയും ബന്ധുക്കൾക്ക് പിൻവാതിൽ വഴി നിയമനം കൊടുക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ഈ സർക്കാർ വന്നതിന് ശേഷം എടുത്തു നോക്കണം. റാങ്കിൽ എഴുത്തു പരീക്ഷയിൽ പുറകെ പോകുന്ന CPMകാരുടെ ബന്ധുക്കളെല്ലാം അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ. എഴുത്തു പരീക്ഷയിൽ 1, 2, 3 റാങ്ക് വാങ്ങിച്ചൊരു പുറത്താണ്. അങ്ങനെ എത്ര പേരുടെ കണ്ണുനീരുകൾ. അങ്ങനെ എല്ലാ വിഭാഗം ഞാൻ കൊല്ലത്ത് ജനിച്ചു വളർന്നല്ല, എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റിലമായിരുന്നു കൊല്ലം. ഈ 10 വർഷത്തെ LDF ഭരണം മുച്ചൂടും തുടച്ചു നീക്കി കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തെ. CPMകാർക്ക് കശുവണ്ടി വ്യവസായം ബന്ധപ്പെട്ട് സമ്പത്ത് ഉണ്ടാകുന്നുണ്ടാകാം, പക്ഷേ സാധാരണ തൊഴിലാളികൾക്കില്ല.
ഇടത്തരം സംരംഭകർ 5 പേരായി കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത്. ഒരു മുഴം കയറിൽ ജീവനൊടുക്കേണ്ടി വന്നു. വൻകിട മുതലാളിമാരടക്കം കുത്തുപാളം എടുത്തു കശുവണ്ടി വ്യവസായത്തിൽ ഇവരുടെ തെറ്റായ നയം കൊണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നവകേരള യാത്രയുമായി ശ്രീ പിണറായി വിജയൻ കൊല്ലത്തേക്ക് വന്നപ്പോഴേക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ബസ് ബേയിൽ റോഡിൽ ഞാനൊരു തലേ ദിവസം അതുവഴി പോകുമ്പോൾ എന്തോ വെള്ളയിൽ എന്തോ സാധനം കാണുന്നത് കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ മുഖം തോന്നി. ഞാൻ ഇറങ്ങി അവിടെ നോക്കിയപ്പോൾ എന്തുവാ, കശുവണ്ടിയിൽ തീർത്ത പിണറായി വിജയൻ 2.5 ലക്ഷം രൂപയ്ക്ക് ആണെന്ന് പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നു. ശ്രീ പിണറായി വിജയൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതേസമയം ഇവിടെ കശുവണ്ടി വ്യവസായത്തിൽ ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരിമാർ തൊഴിലില്ലാതെ ഒരു ചികിത്സയ്ക്ക് ESI ആനുകൂല്യം കിട്ടണമെങ്കിൽ 78 ദിവസത്തെ ജോലി വേണം. ആ ജോലിയില്ല. കശുവണ്ടി കോർപ്പറേഷനും ക്യാപെക്സും അടക്കം വളരെ തുച്ഛമായ ജോലി കൊടുക്കുന്നു. സ്വകാര്യ ഫാക്ടറികൾ ഒട്ടുമിക്കതും അടഞ്ഞു കിടക്കുന്നു. ഒന്ന് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കാഷ്യൂ കോർപ്പറേഷൻ എന്ന് പറയുന്നത് വെള്ളാനിയായി അവരെ ഭരിക്കുന്ന അവരെ CPMൻ്റെ നേതാക്കന്മാർക്ക് പണം കൊയ്യാനുള്ളൊരു മേഖലയായി മാറുന്നു എന്ന് അവിടെയുള്ള ആളുകൾ പറയുന്നു. അങ്ങനെ ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ പോകുമ്പോൾ ഞങ്ങൾ UDF കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ UDF പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബൃഹത് പദ്ധതികൾ, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ലോകം ഒരു വിരൽത്തുമ്പിൽ പരസ്പരം അറിയുന്ന നാടാണ്. ഈ ആധുനികത ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ചെറുപ്പക്കാരെ കേരളത്തിൻ്റെ മണ്ണിൽ ഉറപ്പിച്ചു നിന്ന് നമ്മുടെ മനുഷ്യോപശേഷി നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ലോകത്ത് എല്ലായിടത്തും വിപ്ലവങ്ങളുണ്ടായതും എല്ലാ നല്ല മാറ്റങ്ങൾക്കും നേതൃപരമായ പങ്കുവഹിച്ച അതത് രാജ്യങ്ങളിലെ ചെറുപ്പക്കാരാണ്. കേരളത്തിൻ്റെ ചെറുപ്പക്കാരെ ഇവിടെ നിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടുന്ന ബൃഹത് പദ്ധതികൾ, ഇൻഫർമേഷൻ ടെക്നോളജി അടക്കം അതിൻ്റെ സാധ്യതകളടക്കം ഉപയോഗിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കും. സ്ത്രീകൾക്ക് ക്ഷേമ പദ്ധതികൾ ഓൾറെഡി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളുണ്ട്. കൂടാതെ ബാക്കി കാര്യങ്ങൾ കൂടി നടപ്പാക്കും. ഇന്ന് കേരളത്തെ ഞാനെന്ന അമ്മയടക്കം കേരളത്തിൽ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചിൽ തീ കോരിയിടുന്നതാണ് ഇന്നത്തെ ഡ്രഗ്സിൻ്റെ, മയക്കുമരുന്നിൻ്റെ അമിതമായ വ്യാപനം കേരളത്തിൽ. അതൊന്ന് ചെറുക്കാൻ, ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ഏജൻസികൾ, സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടതെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടന്ന ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ പള്ളിയില്ല പള്ളിക്കൂടവും ഇല്ല, ഉള്ളത് ബാറുകളാണ്. മുറ്റത്തൊരു ബാർ എന്ന നിലയിൽ ബാറുകളടക്കം തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ അവരുടെ പ്രയോറിറ്റി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് നോക്കിയാൽ പണസമ്പാദനമാണെന്ന് തോന്നുന്നു. അയ്യപ്പസ്വാമിയെ പോലും വെറുതെ വിട്ടില്ല. അയ്യപ്പസ്വാമിയിലേക്ക് വന്നപ്പോൾ മുൻ നിലപാടെന്ന് പറയുന്നത് സ്ത്രീകൾ അവിടെ പോയി ദർശനം നടത്തുന്നതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണ് മുമ്പെടുത്തിട്ടുള്ളത്. ഈ നിലപാട് തന്നെയാണ് എപ്പോഴും തുടരുന്നത്. എനിക്ക് നിലപാട് ഒന്നാണ്. ഞാനൊരു ഭക്തയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭക്തി ഇക്കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റേണ്ട സാഹചര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിനനുസൃതമായി പല മാറ്റങ്ങളും നമ്മുടെ സമൂഹം വിധേയരായിട്ടുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ ചാടി ഇറങ്ങി ഭക്തരുടെ നെഞ്ചി ചവിട്ടിക്കൊണ്ട് നടപ്പാക്കുക എന്ന നിലപാട് ഒരു കാലത്തും എനിക്കുണ്ടായിട്ടില്ല. മറിച്ച് മാറ്റങ്ങൾ ആവശ്യം വരുമ്പോൾ കാലഘട്ടം, സ്ത്രീകളെന്ന് പറയുന്ന സമൂഹത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ ചിന്ത, ഓർമ്മ വെച്ച കാലം മുതലുള്ള ചിന്ത, എല്ലാ കാലത്തുള്ള ചിന്ത, സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ ഭിന്നലിംഗക്കാരോ എന്ന ഭേദം, ദൈവത്തിൻ്റെ ക്രിയേഷൻസാണ് എല്ലാവരും. അങ്ങനൊരു ഭേദമില്ല. നമ്മുടെ സമൂഹമാണ് വിലക്കുകളും വിലങ്ങുകളും അതിർവരമ്പിലൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണ് സമൂഹത്തിൽ. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തി, ഒറ്റ ചർച്ച ഒരു സിറ്റിങ്ങിൽ തീരുന്നൊന്നുമല്ല. ഇതൊന്നും നൂറ്റാണ്ടുകൾ പിന്തുടരുന്ന ആചാരം ഒരു സുപ്രഭാതത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് തീരുന്നതല്ല. വിശ്വാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത്തരം ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ നിലപാടുണ്ടായിരുന്നത്. പക്ഷേ ആ നിലപാടൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്ന യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളുകളെ പോലീസിനെ പട്ടാളത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മല കയറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരഭക്ത, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തിയായ എന്നെയൊക്കെ അത് എത്രമാത്രം വേദനിപ്പിച്ചെന്നറിയും. ഞാനൊക്കെ 50 വയസ്സ് വരെ കാത്തിരുന്ന് 41 ദിവസം വ്രതമെടുത്ത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മല ചവിട്ടിയ ആളാണ്. ഞങ്ങൾക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള കാര്യം ആ ഒരർത്ഥത്തിലല്ല. അത് നമ്മൾ വിശ്വാസികൾ, ആചാരാനുഷ്ഠാനങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാവരുമായിട്ട് ചർച്ച നടത്തി മാറ്റങ്ങൾ വേണമെങ്കിൽ അത് കൊണ്ടുവരാം. മാറ്റം വേണ്ടെന്നാണ് എല്ലാവരും തീരുമാനിക്കുന്നതെങ്കിൽ ആചാരം അനുസരിച്ച് പോട്ടെ. നിർദോഷമായ ആചാരങ്ങളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആർക്കെങ്കിലും ദോഷം ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മണ്ഡലത്തിലേക്ക് വന്നാൽ ഒരു കോൺഗ്രസ്സുകാരി എന്നുള്ള രീതിയിൽ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന MLA വിമർശിക്കുന്നതിന് ആ രീതിയിൽ വിമർശിക്കാതെ യഥാർത്ഥത്തിലുള്ള വിലയിരുത്തലൂടെ പോയാൽ നമ്മുടെ MLAക്ക് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുക, എന്തൊക്കെയാണ്
നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് മോശം കാര്യം? ഞങ്ങളുടെ എം-എൽ-എ വിലയിരുത്തുകയാണെങ്കിൽ, എം-എൽ-എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെറുപ്പം മുതൽ കാണുന്ന എം-എൽ-എമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ മിക്കവാറും ഇപ്പം ഞങ്ങളുടെ ചാത്തന്നൂരാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഞങ്ങളുടെ നാട്ടിലെ എം-എൽ-എ CPI നേതാവായിരുന്നപ്പോഴും പിന്നീട് എനിക്കിത്തിരി ഓർമ്മ വെച്ചപ്പോഴത്തെ പത്മരാജ് സാറാണ്, മന്ത്രിയാണ്. ഉം. ഞങ്ങളുടെ മന്ത്രി ശനിയോ ഞായറോ ഞങ്ങളുടെ നാട്ടിലുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. സാറ് മരണ വീടുകളിൽ പെൻഡിങ് ഉണ്ടെങ്കിലും വരും, ഉം. കല്യാണ വീട്ടിൽ വരും, എല്ലാം ഓടിയെത്തുമായിരുന്നു. നാട്ടിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കറണ്ട് ഏറ്റവും ബൾബിരുന്ന് മിന്നാമിനിങ്ങിനെ പോലെ മിനുങ്ങിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ സാറ് വൈദ്യുതി മന്ത്രിയായി അടുത്ത 2-3 മാസത്തിനുള്ളിൽ നല്ല തിളക്കമായി. അന്നൊക്കെ ഇത്രയും എന്താ പറയുക, ബൾബുകളൊന്നും അതെ, ഇല്ലല്ലോ, അതെ, അതെ. പുതിയ ആധുനിക സംഭവങ്ങൾ. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഒരു ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് ഒരു എം-എൽ-എ അല്ലെങ്കിൽ മന്ത്രി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടു ശീലിച്ചതും അത് തന്നെയാണ്. നാട്ടിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖം, അത് വ്യക്തിപരമായിക്കോട്ടെ സാമൂഹികമായിക്കോട്ടെ, സുഖത്തിലും ദുഃഖത്തിലും ഒരു കുടുംബാംഗത്തെ പോലെ ഓടിയെത്തുന്ന ഉം. ഒരാളാണ്. 1. 2, നാടിൻ്റെ വികസന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെട്ട് നടപ്പിലാക്കുന്ന ഒരാൾ, അതിന് നേതൃത്വം നൽകുന്ന ഒരാളാണ്. 3, നാടിൻ്റെ ജനകീയ ആവശ്യങ്ങൾ നിയമസഭയിൽ പ്രതിഫലിപ്പിക്കുകയും ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ എം-എൽ-എ, സോറി ടു സേ, കഴിഞ്ഞ 10 വർഷത്തെ എം-എൽ-എ എന്ന നിലയിൽ അദ്ദേഹം 100% പരാജയമാണ് എന്ന കാര്യത്തിൽ സംശയം. ഞാൻ ഈ അടുത്ത ദിവസം കണ്ട ഒരു ചാനലിലെ സർവേയിൽ അദ്ദേഹത്തിന് 138 റാങ്കാണ്. ഞാൻ അന്വേഷിച്ച് 139, 140 ആരാണെന്ന് നോക്കാൻ മറന്നുപോയി. ഞാൻ ഈ ഒരെണ്ണം ജസ്റ്റ് കണ്ടതാ. അപ്പം അതിൽ അല്പം പോലും അതിശയോക്തിയില്ല. ഒന്നാമത് സാന്നിധ്യമാണ്. സാന്നിധ്യം അത്യപൂർവമാണ്. ഉം. ഞങ്ങളുടെ എം-എൽ-എ കാണാൻ കിട്ടുന്നത് അപൂർവമായി മാത്രമാണ്. ഉം. രണ്ടാമതായി വികസന ആവശ്യങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുക. ഈ കൊല്ലത്തെ KSRTC ഞാനൊക്കെ ചെറുപ്പം മുതലേ സംഘടനാ പ്രവർത്തനമായി കേരളം മുഴുവൻ പോയിട്ടുള്ളത് കൊല്ലം ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറിയിട്ടാണ്. ആ ബസ് സ്റ്റാൻഡ് എന്താ ഭാർഗവീ നിലയമൊന്നുമല്ല, അതിനേക്കാൾ ദയനീയമായി. ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ജീവൻ പണയം വെച്ചായിരിക്കുന്നത്. മുഴുവൻ സീലിങ്ങും അടർന്ന് വീഴുന്ന, ഏത് നിമിഷവും നിലം പതിക്കാവുന്ന ഒരു എം-എൽ-എ ജനങ്ങളോട്, തന്നെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥമുണ്ട് ഇങ്ങനെ ഉണ്ടാവും? ഉം. ഞാനല്ല, ആരായിക്കോട്ടെ, ഉറപ്പാ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിനുവേണ്ടിയായിരിക്കും പ്രയത്നിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ കെട്ടിടം മാറ്റി വേറെ വെക്കാൻ കഴിയും. നിശ്ചയദാർഢ്യമുള്ള, ജനങ്ങളോട് ആത്മാർത്ഥമുള്ള എം-എൽ-എ ആണ്. ഇദ്ദേഹം എന്തുവാ, ആണ്ടിലൊരിക്കൽ ഫേസ്ബുക്കിൽ എഴുതും, കൊല്ലം ഡിപ്പോയ്ക്ക് വേണ്ടി കോടികൾ അനുവദിച്ചു. എവിടെ കോടി? എന്നിട്ട് കാശ് മുടക്കി, സർക്കാരിൻ്റെ കാശ് മുടക്കി ഫ്ലെക്സും വയ്ക്കും. ഇതെന്താ സംഭവിച്ചതെന്നറിയോ? ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസ് അടക്കമുള്ള KSRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുള്ള കൊല്ലം ഡിപ്പോയിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ട്, ഇവിടെ ചോദിക്കാൻ ഒരു എം-എൽ-എ ഉണ്ടെങ്കിൽ അത് നടക്കും. ജില്ലാസ്ഥാനം ഒന്ന് ഓർക്കണം, ജില്ലാ ആസ്ഥാനത്ത് നിന്ന് എടുത്ത് താലൂക്ക് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ അടിസ്ഥാനം കഴിവുകേടിൻ്റെ പര്യായമായ ഒരു എം-എൽ-എ കൊല്ലത്തുള്ളതുകൊണ്ട്, കൊല്ലം നിയോജനത്തെ ശ്രദ്ധിക്കാത്ത ഒരു എം-എൽ-എ ഉണ്ടാണ്. ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നു. ഒരു റോഡ്, വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ പോകുന്ന ആളുകൾ വീണ് എല്ലൊടിഞ്ഞ് കാലൊടിഞ്ഞ് നിരന്തരം പരാതി. എം-എൽ-എക്ക് പരാതി ഒരു എം-എൽ-എ കാണലില്ല, എങ്കിലും ഓരോ പാർട്ടിക്കാരോടും എല്ലാവരോടും പരാതി. ഇതുവരെ റോഡ് പണിയാണ്. അടുത്ത ആഴ്ച മറ്റന്നാൾ തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇന്നിതാ വലിയ ഫ്ലെക്സൊക്കെ വെച്ചേക്കും, നിർമ്മാണം ഉദ്ഘാടനം. റോഡ് പണിയാതെ നിർമ്മാണം ഉദ്ഘാടനം നടത്താതെ തൊലിക്കട്ടി അപാരം കേട്ടോ. അതുപോലെ പാലങ്ങൾ, 5 വർഷം മുമ്പ് വന്നിട്ട് പറഞ്ഞു പെരുമൻ പേഴുംതുരുത്ത് പാലം 6 മാസം പൂർത്തിയാക്കും. ഉം. വർഷം 5 കഴിഞ്ഞു, അക്കരെ ഇക്കരെ നിൽക്കുക. ആത്മഹത്യ വരുമ്പോൾ ഇവർ പണിത പാലത്തിൻ്റെ ഭാഗത്തോട് നടന്നാൽ ചെന്ന് വെള്ളത്തിൽ വീണു. ഉം. അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് നിന്നാലും വെള്ളത്തിനകത്ത്. തേവള്ളി പാലം നിൽക്കുന്നു, യാതൊരു ശാസ്ത്രീയ പഠനവും ഇല്ലാതെ പാലം അങ്ങ് പണിയുക. ഉം. ഒരു പാലം പണിയോ അല്ലെ ഏത് നിർമ്മാണമായാലും, സർക്കാർ നിർമ്മാണം, ഏത് നിർമ്മാണം, ചെറിയ വീട് വയ്ക്കണമെങ്കിൽ നമ്മൾ ആ വീടിന് കല്ലിടുന്നതിന് മുമ്പേ ചിന്തിക്കും, അതിനിങ്ങനെ ബേസ്മെൻറ്റ് കെട്ടണം, അതിനിങ്ങനെ ഭിത്തി കെട്ടണം, അതിന് കതക് ജനൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണം, റൂഫിങ് ഇങ്ങനെ ചെയ്യണം. ഒരു പ്ലാൻ ഇട്ടിട്ടല്ലേ, എസ്റ്റിമേറ്റ് എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നുമില്ലാതെ ഒരു പാലം കൊണ്ട് പകുതി പണി, നാട്ടുകാരെ പണം, ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം പണിത് അവിടെ അഷ്ടമുടിക്കാരി നിർത്തിയിരിക്കുക, ആർക്കും ഇതില്ല. അങ്ങനെ ഈ തൊട്ടതെല്ലാം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഭയങ്കര ഒരു ആഘോഷം, പത്രങ്ങളിലൊക്കെ വലിയ വാർത്താ ചാനലുകളിലൊക്കെ വലിയ പരസ്യം, കൊല്ലം തോട് നവീകരിച്ചു, കൊല്ലം തോടിൽ കൂടെ ദേ വരുന്നു മന്ത്രിമാർ, MLA-മാർ യാത്ര. അന്ന് ആ വഴിക്ക് പോയതാ, പിന്നെ ഇന്ന് വരെ അതുവഴി ഒരു മനുഷ്യനും പോകാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം സത്യമാണ്, കൊല്ലം എന്ന് പറയുന്നത് എല്ലാ നാടിനും അതിൻ്റെതായ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ട്. കൊല്ലത്തെ സംബന്ധിച്ചോളം ഒരു കൊല്ലംകാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൊല്ലത്തിന് പ്രകൃതി കനിഞ്ഞു നൽകി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ടൂറിസം ആയാലും പരമ്പരാഗത വ്യവസായം, തുറമുഖമായാലും എല്ലാം
പിന്നെ സാംസ്കാരിക പാരമ്പര്യത്തിൽ വളരെ ഉന്നതിയിലുള്ളതാണ് കൊല്ലം എന്ന് പറയുന്ന നഗരം. എല്ലാ നിലയ്ക്കും, എല്ലാ മേഖലയും, കലയും സാഹിത്യവും കായികവും എല്ലാ രംഗങ്ങളിലും. പക്ഷേ ഇതൊന്നും പരിപോഷിപ്പിക്കാനോ ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആസൂത്രണം ചെയ്യാനോ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA തയ്യാറാകാത്തതിൻ്റെ, ആ ഗവൺമെൻറ് അതിന് താല്പര്യം കാണിക്കാത്തതിൻ്റെ ഫലമായിട്ട് കൊല്ലം സത്യം പറഞ്ഞാൽ വികസനം മുരടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണം. കൊല്ലത്തെ ജനങ്ങൾ അതിന് മാറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമുക്ക് പ്രചാരണത്തെ നേരിടേണ്ട ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ കഴിയുമോ? ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ അടിയന്തരമായി കൊണ്ടുവരുമെന്ന്. ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് കൊല്ലത്തെക്കുറിച്ചുണ്ട്. നമ്മുടെ കൊല്ലത്തിന് ഒരുപാട് പ്രകൃതിയുടെ അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകൾ, പദ്ധതികൾ കൊണ്ടുവരണം. കന്യാകുമാരി ഒരു സൺറൈസ് കാണുന്ന ഒരു സിറ്റിയാണ്. കൊല്ലത്തൊരു സൺസെറ്റ് സിറ്റി ആക്കണം. സാധ്യതയുണ്ട്. നോക്കൂ, വൈകുന്നേരം ഇവിടുത്തെ സായാഹ്നങ്ങൾ നോക്കണം, എത്ര മനോഹരമാണ്. അതിനെ കാണാൻ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കണം. അതുപോലെ സ്കില്ലപ്പ് കൊല്ലം. നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. നമ്മൾ IT പാർക്കുകൾ കൊണ്ടുവരണം. ആധുനിക കാലഘട്ടത്തിന് അതിനുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഒരു വർക്ക് പ്ലേസ് ആക്കി, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഒക്കെ കൊടുത്ത് ഒരു വർക്ക് പ്ലേസ് ആക്കിയാൽ വീട്ടിലിരുന്ന്, നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് വിദേശ രാജ്യങ്ങളിലടക്കം വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്കിൽ ഡെവലപ്പ്, ആ രീതിയിലുള്ള ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ കൂടി ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തണം. അതിനൊക്കെ അപ്പുറത്തൊരു എഡ്യൂക്കേഷണൽ ഹബ്ബായി കൊല്ലത്തെ മാറ്റണം. ഓഫ് കോഴ്സ് ഒരുപാട് സ്ഥാപനങ്ങൾ കൊല്ലത്തുണ്ട്. പക്ഷെ ഒരു ഏകീകൃതമായിട്ട് സർക്കാർ നേതൃത്വത്തിൽ, എന്ന് വെച്ചാൽ സർക്കാർ നേതൃത്വം എന്ന് പറയുമ്പോൾ മിനിമം റിസോഴ്സ് മീൻസ് പണം അധികം ചെലവഴിക്കാതെ സാധാരണക്കാർക്ക് ഉൾപ്പെടെ പ്രാപ്യമായ രീതിയിൽ നല്ല വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഡിഗ്രി, PG, ഒരു സ്പെസിഫിക് സബ്ജക്റ്റ്. ഇപ്പോൾ എത്ര ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് നാട്ടിലുള്ളത്. അപ്പോൾ പുതിയ പുതിയ കോഴ്സുകൾ നമ്മുടെ കൊല്ലത്തിന് പ്രാപ്യമാകും. നമ്മുടെ കുട്ടികൾ അധികം ദൂരെ പോകാതെ തന്നെ അവരുടെ പരിമിതമായ സാഹചര്യത്തിലൂടെ എല്ലാവർക്കും പഠിക്കുന്ന കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ടാകാൻ പാടില്ല. അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് പരമാവധി പഠിക്കാനുള്ള സാഹചര്യം സർക്കാർ തലത്തിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നം എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി കൊല്ലത്തെ മാറ്റണം. കശുവണ്ടിയുടെ ഗരിമ കൊല്ലത്തിന് തിരികെ കൊണ്ടുവരണം. ഈ LDF ഗവൺമെൻറ് നശിപ്പിച്ച കശുവണ്ടി മേഖലയെ തിരിച്ചു കൊണ്ടുവരണം. കയർ മേഖല അടക്കമുള്ള പരമ്പരാഗത മേഖലകൾ കൂടി പരിപോഷിപ്പിക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. സ്ത്രീകൾക്ക് അവരുടെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സാംസ്കാരിക കൊല്ലം. ഇപ്പോൾ ഇതാ കൊല്ലത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്. ഇത്രയും നാൾ പലതും തകർത്തിട്ടിരിക്കുക. കുറേയൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ അവർ പലയിടത്തും പണിയുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് അനുഭവം. എത്ര പാർക്കുണ്ടെന്നറിയാം. ഏതാണ്ട് ഒട്ടുമിക്ക പാർക്കും അടച്ചിട്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ഓരോന്ന് തുറന്നു തുടങ്ങി. MG പാർക്ക് അവിടെ എല്ലാം ഞങ്ങൾ തുറന്നു തുടങ്ങി. കുറേ ഞങ്ങളത് ആരംഭിച്ചു. UDF സർക്കാർ കൂടി വന്നാൽ ഉടൻ തന്നെ കൊല്ലത്തിനായി ബൃഹത് പദ്ധതികൾ. ഇപ്പോൾ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരിടമുണ്ട്, 8 പോയിൻറ്റ് കഫേ എന്ന് പറയുന്നത്. അവിടെ കുറേ കലാകാരന്മാരും കലാകാരികളും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും മറ്റ് എക്സിബിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവർ കഴിഞ്ഞ കോർപ്പറേഷൻ മാറുന്നതിന് തൊട്ട് മുമ്പ് അതൊരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കും. പിന്നെ ഞങ്ങളെല്ലാവരും ഇടപെടുത്ത് പരാതി കൊടുത്തപ്പോൾ കളക്ടർ കൊണ്ട് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനെ എല്ലാം കിട്ടാവുന്ന എല്ലാ സ്ഥലവും അവർ സ്വകാര്യ വ്യക്തികൾക്കും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും മാറ്റി വെച്ചതാണ്. അതെല്ലാം മാറ്റി കൊല്ലത്തെ ജനങ്ങൾക്ക് കൊല്ലത്തിന് കൊടുക്കണം. കായിക രംഗത്ത് ഒരുപാട് സംഭാവന, ഒളിമ്പ്യന്മാരടക്കം സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് കൊല്ലം. പക്ഷേ സ്പോർട്സ് രംഗത്ത് കൊല്ലത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുട്ബോൾ ക്രിക്കറ്റിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര കഴിവുറ്റവരുണ്ടെന്നാണ്. ഞാൻ ഓരോ ദിവസവും കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരുപാട് കുട്ടികളെ പരിചയപ്പെടുന്നുണ്ട്. കൊല്ലത്തിന് ഒരു കായിക ഭവൻ തന്നെ ഉണ്ടാക്കി എല്ലാ കായിക ഗെയിംസിനെയും സ്പോർട്സിനെയും എല്ലാം കുട്ടികൾക്ക് പ്രാപ്യമാക്കി കൊടുക്കുന്ന രീതിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാനുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ ട്രോളുകൾ പലപ്പോഴും ഇപ്പോൾ കവിതാ സിംഹം പരിപാടിയിൽ ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അത് ട്രോളെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സ്ത്രീ മുന്നേറ്റ യാത്രയിൽ പോലീസുകാരനെ എന്താ പറയുക ശോഭിച്ച് സംസാരിക്കുന്നത് ട്രോളായിട്ടുണ്ടായിരുന്നു. ഈ ട്രോളുകളൊക്കെ വരുന്ന സമയത്തും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുമൊക്കെ പൊതുവിൽ രാഷ്ട്രീയക്കാർ ഇത് രസമായിട്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഇത് എങ്ങനെയാണ് എടുക്കുക? ആദ്യമൊക്കെ വന്നപ്പോൾ അയ്യോ ദൈവമേ നമ്മളിങ്ങനെ അല്ലല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ആരൊക്കെ വിശ്വസിക്കുമോ എന്ന ചെറിയ ആശങ്കയുണ്ട്. പിന്നെ അന്നൊരു പ്രശ്നമേ ഇല്ല. പക്ഷേ ഈ സംഗതി സത്യമാണ്.
ഈ ട്രോളാണെങ്കിലും ആളുകൾ വിശ്വസിക്കുകയും മുമ്പ് ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ആ പരിപാടിയിൽ ഒരിക്കൽ ഞാനൊരു ഏതോ ഒരു മാള ക്രിസ്മസിൻ്റെ ആയിരിക്കെ ഒരു ഓണം വന്നപ്പോൾ ഞങ്ങളൊരു തിരുവാതിര അവതരിപ്പിച്ചു. എല്ലാ ഈ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പാടില്ല. ഒരു പാട്ട് പാടില്ല, അതെ, അതെ. ഡാൻസ് കളിക്കില്ല, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പ്രസിഡൻ്റായ സമയത്ത് ഇതെല്ലാം ചെയ്യും. ഓണം പാർട്ടി ഓഫീസുകളിൽ ഓണം ആഘോഷിച്ചു. കേരളത്തിലെ എല്ലാ DCCകളിലും ഓണം ആഘോഷിച്ചു, ക്രിസ്മസ് ആഘോഷിച്ചു, അതുപോലെ പെരുന്നാൾ ആഘോഷിച്ചു. ഞങ്ങൾ എല്ലാ പരിപാടിക്കും എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കും. അങ്ങനെ ഓണത്തിന് പരിപാടി സംഘടിപ്പിച്ചത് ഞങ്ങളൊരു തിരുവാതിര അവതരിപ്പിച്ചു. അപ്പോൾ കുറേ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരുവാതിര അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലാണല്ലോ ഡ്രസ്സൊക്കെ ചെയ്യും. അപ്പം മാലയും കമ്മലും ഒക്കെ അതിനനുസരിച്ചിട്ട് അടുത്ത ദിവസത്തെ ചാനലുകളിലെല്ലാം പിന്നെ അതൊരു തമാശ പരിപാടിയിൽ വന്നു. അപ്പോൾ അതിനകത്ത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നുള്ള സിനിമ ഉണ്ടല്ലോ. ആ സിനിമയിൽ നമ്മുടെ 3 അതെ. വനിതകളുണ്ടല്ലോ. ബിന്ദു പണിക്കർ, KPC ലളിത, ഇനി കലാരഞ്ജിനി. കലാരഞ്ജിനി. ഇവർ 3 പേരോട് അവതരിപ്പിക്കുന്ന കഥാപാത്രം. അവർ ഇച്ചിരി പൊങ്കച്ചക്കാരാ, പരസ്പരം പൊങ്കച്ചം പറയുന്ന ചേച്ചി അനിയത്തിമാരാ. അപ്പോൾ അതിലൊരു നിന്റെ കമ്മൽ എത്രയാ, നിനക്ക് 30 പവനില്ലേ, അങ്ങനെ എന്തൊക്കെയോ ഡയലോഗ്സ്. എക്സാക്ട് ഡയലോഗ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും ആ സിനിമയിലെ ഡയലോഗ് ഇവർ പൊങ്കച്ച ആഭരണത്തിൻ്റെ കാര്യത്തിൽ പൊങ്കച്ചം പറയുന്ന ഡയലോഗ് ഇട്ടിട്ട് എന്നെ കാണിക്കും, ചുമ്മാ കളിയാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം, നമ്മളിതൊക്കെ ഒരു തമാശയായിട്ടാണ് കാണും. അടുത്ത ദിവസം ചെന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിലെ അല്പം അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം എന്നെ വിളിച്ച് രഹസ്യമായിട്ട് മാറ്റിയിട്ട്, മാഡം സംഗതിയൊക്കെ കൊള്ളാം, മാഡം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടം, പക്ഷെ സ്വർണ്ണത്തിൽ പൊങ്ങച്ചം പറയണ്ടായിരുന്നു. ഞാൻ ഞെട്ടി. എൻ്റെ തമ്പുരാനെ, ഇതൊക്കെ ഈ ട്രോളുകളും തമാശകളും ആളുകൾ ചിലർ, എല്ലാവരും അല്ലെങ്കിലും ചിലതൊക്കെ സത്യം. ഇത് സിനിമ ഡയലോഗാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടാ, മാഡം അതൊരിക്കലും പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളും ഇതിലുണ്ട്. പിന്നെ അത് ദൈവത്തിന് വിടുക. അത് തമാശ, എല്ലാവരും തമാശ തിരിച്ചറിയട്ടെ. കാരണം തമാശകൾ എല്ലാ കാലത്തും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും ഏത് മേഖലയിൽ, ഇപ്പോൾ സേഫ് സോണിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും അവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല തമാശ കണ്ടാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ മനുഷ്യർക്ക് കഴിയണം. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം. കുറച്ച് പേര് ഇപ്പം അല്ലാന്നുണ്ടെങ്കിലും, രാഷ്ട്രീയവാദികളോ അല്ലാതൊക്കെ ഉണ്ടെങ്കിലും, ഒരു പൊതുസമൂഹം പൊതുവെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരെ വെച്ച് അവർ കാണുന്ന ജനനേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ തമാശയായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എതിരാളികൾ സമാനതകളില്ലാത്ത കള്ളത്തരങ്ങൾ ചേർത്ത് വെച്ചു പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾ പറയും. അപ്പോൾ എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കാറിൽ നിന്ന് ഇറക്കി വിട്ടു, ഒരു വലിയ വാർത്തയാണ്. പൊന്നു തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ ആരും ഇറക്കി വിടാൻ പറ്റുന്ന ഒരു സ്ഥലത്തും നമ്മളാരും പോയില്ല. അപ്പോൾ ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കേരളത്തിലെല്ലാവരും അങ്ങനെ, വളരെ കുറച്ച് പേരല്ലാതെ മൂല്യാധിഷ്ഠിത ജീവിതം വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഞാൻ അതാണ്, പ്രിൻസിപ്പിൾസും വാല്യൂസും പണയം വെച്ചുകൊണ്ടുള്ളൊരു ജീവിതം പൊതുജീവിതത്തിലും ഇല്ല, വ്യക്തി ജീവിതത്തിലും ഇല്ല. പക്ഷേ ഇങ്ങനെ അങ്ങ് എതിരാളികൾ കള്ളങ്ങൾ എഴുതിവിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെയൊക്കെ അവഗണിക്കും. പക്ഷെ അതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് സത്യമെന്ന് വരും. എന്തോ പക്ഷെ അനാവശ്യമായിട്ട് എവിടെയോ ചെന്ന് കയറി അത് ഇറക്കി വിട്ട് എന്തെങ്കിലും ധരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊന്നും അങ്ങനെ ആരുടെയും കാറിലും കയറാറില്ല. അത് കാറിൽ കയറുന്നതൊന്നും തെറ്റല്ല. ഓരോ ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ ആളുകൾ സഹകരിച്ച് ജീവിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഈ വിമർശകർക്ക് പറയാൻ അവസരം കൊടുക്കാതെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ പാർട്ടി ചീഫായി ജില്ലയിൽ വന്നപ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതാക്കന്മാർ ജില്ലയിൽ വരുമ്പോൾ അവരെ അക്കമ്പനി ചെയ്യാനുള്ള ഒഫീഷ്യൽ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഈ പറയുന്ന ഒരു ആരോപണം വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാർ അന്ന് ഇന്ദിരാഗാന്ധി കുടുംബസംഗമം നടക്കുക. ഒരു തിങ്കളാഴ്ചയാണ് ഉമ്മൻചാണ്ടി സാറിന് കൊല്ലത്തെ പര്യടനം. എല്ലാ നേതാക്കന്മാരും ഒരു ദിവസം ഒരു ജില്ലയിൽ പര്യടനം. സാറിന് പരിപാടി വെച്ചിരുന്നത് തിങ്കളാഴ്ച. അപ്പോൾ സാറ് തലേന്ന് പുതുപ്പള്ളിയിൽ നിന്നാണ് കൊല്ലത്തേക്ക് പിറ്റേന്ന് വന്നത്. വരുമ്പോൾ ചേച്ചിയും സാറും ഒരു ഗൺമാനും ഒരു സ്റ്റാഫും, ഇത്രയും പേര് ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സാറും കൂടെ പരിപാടി സ്ഥലത്ത് ഇറങ്ങും, ഗൺമാനും കൂടെ ഇറങ്ങും. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വണ്ടി കയറും. ചേച്ചിയാണ് അന്ന് വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്, ഈ പലഹാരങ്ങളൊക്കെ. ഞങ്ങൾ തിരിച്ചാലും ഞങ്ങൾക്കൊക്കെ ഈ പലഹാരം തന്നെ ഞങ്ങൾ കഴിച്ച് സന്തോഷമായിട്ട് രാത്രി 10:30 മണിക്കാണ് ഞാൻ അവരുമായി പിരിയുന്നത്. പിരിഞ്ഞ് എൻ്റെ വണ്ടി അവിടെ പരിപാടി സ്ഥലത്ത് വന്നു. ഞാൻ ഈ തിരികെ പോരുന്നു. അവർ തിരിച്ച് തിരുവനന്തപുരം. പിറ്റേന്ന് നേരം തൊട്ട് ദേശാഭിമാനിയിൽ വാർത്ത, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ബിന്ദു കൃഷ്ണയെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. 6 മണിയായപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് പറ്റി, എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, എന്താ പ്രശ്നം? ദേശാഭിമാനി നേരെ അറിയാൻ 1 കോടി, നേരത്തെ അറിയാൻ 2 കോടി വാങ്ങിച്ചു എന്ന് നേരത്തെ ആരോപണം. ദേശാഭിമാനി എന്നെക്കുറിച്ച് നല്ലത് എഴുതിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുള്ളൂ. അവർ മോശം എഴുതിയെന്ന് വെച്ചാൽ അവരങ്ങനെയാണ്. അവർ യാതൊരു മാധ്യമധർമ്മവും സ്വീകരിക്കാതെ എന്ത് തോന്നിയാസവും രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് എഴുതി വിട്ട് അത് സായുജ്യം അടയുന്നത്. ഞാൻ ആ വാർത്തയ്ക്ക് അത്രേ ഗൗരവം കൊടുത്തുള്ളൂ. പക്ഷെ പിന്നീടുണ്ടായ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥാനത്തും അസ്ഥാനത്തും CPM-കാരൻ നിരന്ന് കമൻറ്റ്.
ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പം ചേച്ചി ഇത് അറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ എവിടെ വേണേലും വന്ന് പറയാം, പത്രസമ്മേളനം നടത്തണമെങ്കിൽ നടത്താം, ഇതൊരു അനാവശ്യം അവർ പറയും. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. സാധാരണ പണ്ടുള്ളവർ പറയും തീ ഇല്ലാതെ പുകയുണ്ടാകും, തീ ഇല്ലാതെ പുകയുണ്ടാവുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടു. ഇങ്ങനെ എന്തല്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞു, സോഷ്യൽ മീഡിയ കാണുന്നതാ, KPCC ഓഫീസിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് കൊടുത്തു, അല്ലെ ബിന്ദു കൃഷ്ണയ്ക്ക് അത് കൊടുത്തു. ബിന്ദു കൃഷ്ണയ്ക്ക് പാർട്ടി ഏതെങ്കിലും കാര്യത്തിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായി കഠിനാധ്വാനം നിരന്തരമായി ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ പാർട്ടി അതത് കാലത്ത് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതുകൊണ്ട്, അല്ലാതെ നമുക്കൊന്നും വേറെ ഒന്നുമില്ല. ഈശ്വരൻ അനുഗ്രഹിച്ച് ഇപ്പം ഞാൻ എൻ്റെ വീടിനെ എങ്ങനെയാണോ, എത്ര സുരക്ഷിതമായൊരിടമാണോ എനിക്ക്, അത് തന്നെയാണ് എനിക്ക് പാർട്ടി ഓഫീസ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. അവിടെ ഇതൊന്നും പച്ചക്കള്ളങ്ങൾ പടച്ചു വിട്ട് അത് പൊതുപ്രവർത്തകരാകുമ്പോൾ അതിനൊക്കെ നമ്മളതൊക്കെ ഏൽക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു പൊതുവികാരമുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യമാക്കുന്നില്ല. പക്ഷെ ഇതിലൊരു ദോഷം വരുന്ന ഒരേ ഒരു കാര്യം, ചിലരെങ്കിലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കും. പിന്നെ ഒരു സ്ഥിരം CPM ഇടപെടുന്നു. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞപ്പോഴും CPM കയറി എഴുതുക മോർഫിങ് തൊട്ട് ഈ ഫോണിൻ്റെ മിനിമം ഉപയോഗമല്ല. നമുക്ക് ഒന്നാമത് മറ്റൊരാളെ ദ്രോഹിക്കുന്ന വാക്കുകൊണ്ടോ നോക്കൊണ്ടോ ദ്രോഹിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കനകോലിൻ്റെ ലിസ്റ്റിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. കനകോല് എന്തെല്ലാം പെയ്ഡ് ന്യൂസുകളുടെ ഒരു കാലമാണ്. എന്തൊരു കള്ളക്കഥകളാണ് പറയുന്നത്. നമ്മളൊക്കെ സാധാരണ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവരല്ലേ, നമ്മളെ കുറിച്ച് എന്തറിയണമെങ്കിൽ ഈ നാട്ടിലിറങ്ങി ചോദിക്കും. തുറന്ന പുസ്തകമായി നമുക്കൊന്നും ജീവിതത്തിൽ ഒളിച്ചു വെക്കാൻ, വ്യക്തി ജീവിതത്തിലും ഇല്ല, പൊതുജീവിതത്തിലും ഇല്ല. നേരായ മാർഗത്തിലൂടെ ഒരു രാഷ്ട്രീയത്തിൽ അചഞ്ചലമായ വിശ്വാസവുമായി ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് സഹജീവികളോട് സ്നേഹവും സൗഹാർദ്ദവും മാത്രം. ഇപ്പം ദ്രോഹിക്കുന്നവരോട് ഇന്നാരെ ദ്രോഹിക്കാമെന്ന് അറിയാം, പക്ഷെ അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അത് അവരവരുടെ കർമ്മം ചെയ്തു, നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുണ്ടറയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ, കൊല്ലം തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു സങ്കടം വന്നായിരുന്നു. അത് ഞാൻ വിഷ്വൽ കണ്ടതാണ്. അത് ശരിക്കും അത് ഇങ്ങനെ ഒഴിവാക്കിയപ്പോൾ ഈ കുണ്ടറയിൽ പോയാൽ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടാണോ, ഈ കൊല്ലത്ത് തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചോ? എന്താണ് ആ സങ്കടം എന്നതിൻ്റെ കാരണം? സത്യം, ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രംഗമാണ്. സത്യത എനിക്ക് സീറ്റ് തരണേന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്കൊന്നും വേണ്ട. പ്രവർത്തനങ്ങളിലൂടെ അത് അംഗീകരിക്കുന്ന എന്തെങ്കിലും അംഗീകാരങ്ങൾ ഉണ്ട് എങ്കിൽ പിന്നെ എൻ്റെ നിയോഗത്തിൽ കിട്ടുന്നത് മാത്രം മതി. പക്ഷെ അന്ന് സംഭവിച്ചത്, എനിക്ക് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ DC പ്രസിഡന്റ് നിലയിൽ ഇത്രയും കഷ്ടപ്പെടുന്നത് കണ്ട ആളുകൾ, ഞാൻ ആദ്യം ചില സാഹചര്യം, നമുക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല, അപ്പോഴപ്പോഴുള്ള സാഹചര്യം. അന്നൊരു പ്രത്യേക സാഹചര്യം വന്നു. അതിനു മുമ്പ് കൊല്ലത്ത് മത്സരിക്കാൻ പറഞ്ഞിരുന്നു. പെട്ടെന്നൊരു രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ കുണ്ടറയിലേക്ക് മാറാൻ പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തൊക്കെ, പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒക്കെ എന്ന് വെച്ചാൽ ഈ ഇരുമ്പ് മറയുള്ള ജനാധിപത്യത്തിന് അപ്പുറത്തേക്കുള്ള സ്വതന്ത്ര ജനാധിപത്യമുണ്ട്. ആ സ്വതന്ത്ര ജനാധിപത്യമാണല്ലോ UDFൻ്റെ, കോൺഗ്രസിൻ്റെ. അപ്പോൾ അത്തരം ജനാധിപത്യ സംവിധാനത്തിലൊക്കെ നമ്മൾ മത്സരിക്കണമെങ്കിൽ നേരത്തെ ഒരു മുൻധാരണയൊക്കെ വേണം. എൻ്റെ മുമ്പ് ഞാനൊന്നും അങ്ങനെയല്ല. പാർട്ടി എന്ന് പറയും ഇന്നടത്ത് പോയി മത്സരിക്കും, നമ്മളവിടെ പോയി മത്സരിക്കും. പാർട്ടി പറയും ഇന്നത് പോയി ചെയ്യും, നമ്മളത് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നേരത്തെ കൊല്ലം പറഞ്ഞിരുന്നുകൊണ്ട് കൊല്ലം കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തിരുന്നതാണ് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ. അല്ലാതെ എനിക്ക് കുണ്ടറ വേണമെന്നും പറഞ്ഞില്ല, കൊല്ലം വേണമെന്നും പറഞ്ഞില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്നുണ്ടായൊരു പ്രത്യേകത, നമ്മളങ്ങനെ ധാരണയായി 11 സീറ്റിലും കൂടുതൽ UDF MLA ജയിപ്പിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് ആത്മവിശ്വാസത്തോടൊക്കെ തലേന്ന് തീരുമാനം എടുത്ത് പിറ്റേന്ന് പരിപാടികൾ പങ്കെടുത്ത DCC ഓഫീസിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇവിടുത്തെ കുറേ ചുമട്ട് തൊഴിലാളികൾ അവരെല്ലാവരും വന്നു, മാഡത്തിന് സീറ്റിൽ ഞങ്ങളാരും ഇവിടെ തരം തുടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ സ്നേഹം സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ സ്നേഹം. എനിക്കൊന്നും ദൈനംദിനം അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ഇടപെടുന്ന പോലെ ഇടപെടുന്നതിൽ പ്രത്യേകതയൊന്നും, പക്ഷെ അവർ ആ സ്നേഹം അതെൻ്റെ കണ്ണ് നനയിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ DC ഓഫീസിനകത്ത് വേറെ ഒരു മീറ്റിങ്ങായിട്ടിരിക്കുമ്പോൾ പുറത്തൊരു ബഹളം കേട്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ. അതിൽ 2 പേരെ മാത്രമേ എനിക്കറിയാവുള്ളൂ. ഒരാൾ സജീവ പാർട്ടി പ്രവർത്തകയാണ്, മറ്റൊരാൾ പാർട്ടി അനുഭാവിയാണ്. ബാക്കി ഒരു 5-6 പേരെ എനിക്ക് മീൻസ് മുഖപരിചയമുണ്ട്, പേര് ചൊല്ലി വിളിക്കാൻ അറിയത്തില്ല. അവർ പാർട്ടിക്കാരൊന്നുമല്ല. പക്ഷെ 5-6 പേരിങ്ങ് കയറി വന്ന് എൻ്റെ ചുറ്റും നിന്ന്, മോളല്ലാതെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി നമ്മുടെ പാർട്ടിക്കാരി ചേച്ചി കെട്ടിപ്പിടിച്ച്, എന്നിട്ട് അവരവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ എണ്ണി പറയും. ഓക്കി വന്നപ്പോൾ മോളെ ഉള്ളായിരുന്നു ഞങ്ങളിവിടെ, ഞങ്ങൾക്ക് ഈ പ്രളയം വന്നപ്പോൾ ഈ ഞങ്ങളൊപ്പം വന്നു. അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ അവരിങ്ങനെ ഓർത്തോർത്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അത് സീറ്റ് കിട്ടാനോ സീറ്റ് ചോദിച്ചു വാങ്ങാനോ വില പേശാനോ ആയിരുന്നില്ല. പക്ഷെ അതിന് ദുർവ്യാഖ്യാനം ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യം കേട്ടാൽ അത് സന്തോഷമായാലും അല്ലാതെ ആയാലും കണ്ണൊന്ന് നനയുമല്ലോ. ആ നനയുന്ന കണ്ണുകളെ ഒന്ന് നോക്കൂ, ഞാൻ എവിടെ പൊട്ടിക്കരഞ്ഞ്. അങ്ങനെ കരയാൻ എനിക്ക് ഇഷ്ടമല്ല. സന്തോഷത്തോടെ
തൻ്റെ ഇടത്തോടെ എല്ലായിടത്തും നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ LLM-ൽ 2ാം റാങ്കൊക്കെ വാങ്ങിച്ചിട്ട് ബിന്ദു വക്കീൽ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ശരിക്കും കോടതി പോകുന്നുണ്ടോ? 96 LLB കഴിഞ്ഞതാണ്. അതിനുശേഷം 1 year ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടെ കൗണ്ട് ചെയ്ത് പ്രാക്ടീസിൽ ഞാൻ സീരിയസ് പ്രാക്ടീസ് ആയിട്ട് 15 years കോടതി പോയി. പൊളിറ്റിക്സും ഒപ്പം ഉണ്ട്. പക്ഷെ എനിക്ക് പാഷനാണ് വക്കീൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആ വക്കീൽ പണി എടുത്തുകൊണ്ട് തന്നെയാണ് LLM-ന് പോവുകയും ചെയ്തത്. അപ്പൊ നാട്ടുകാരെങ്കിലും ഒക്കെ ബിന്ദു വക്കീൽ എന്ന് വിളിച്ച ഒരു സന്തോഷമൊക്കെ തോന്നും. തീർച്ചയായും അതൊരു വലിയ സന്തോഷമാണ്. കാരണം വക്കീൽ പണിയാണ് ഞാൻ രാഷ്ട്രീയവും വക്കീൽ പണിയും, വക്കീലും രാഷ്ട്രീയം രണ്ടിൽ ഒന്നിൽ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടും വേണം. രണ്ടും എൻ്റെ പാഷനാണ്. ചെറുപ്പം തൊട്ടേ സ്വപ്നമാണ് വക്കീലാവുക എന്നുള്ളത്. രാഷ്ട്രീയം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു ഘട്ടമായപ്പോൾ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. 24/7 രാഷ്ട്രീയം നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് ആണെങ്കിലും ഇപ്പോഴും പരമാവധി കേസിൻ്റെ ഇടപെടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്, വക്കാലത്തിടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. വക്കീൽ പണി ഉപേക്ഷിച്ചൊരു ലൈഫ് പൂർണ്ണമായി പറ്റില്ല, എന്നാൽ സമയം അനുവദിക്കുന്നുമില്ല. അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ഈ പ്രസംഗം സ്കൂൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ തുടങ്ങിയതാണോ? അത് ചെറിയ ക്ലാസ് മുതൽ. ആദ്യം ഒരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുമ്പോൾ അനൗൺസ്മെന്റ് തുടങ്ങി. പിന്നെ 5, 6, 7 ക്ലാസ് 5ാം ക്ലാസ് അവസാനം തൊട്ട് പ്രസംഗം തുടങ്ങി. പ്രസംഗം പാർട്ടിയുടെ പരിപാടിക്ക് പോയി. അന്നൊക്കെ ഇപ്പോഴും എൻ്റെ നാട്ടിലുള്ള മുതിർന്ന കോൺഗ്രസ് അതിൽ 2-3 പേരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അവരൊക്കെ എന്നെ വിളിച്ചു. ആ കാലത്ത് ഭയങ്കര മത്സരമായിരുന്നു കൊണ്ടുപോകാൻ. ചെറിയ കുട്ടികളൊന്നും അങ്ങനെ പ്രസംഗിക്കാൻ അധികം കിട്ടാറില്ലാത്ത കാലമല്ലേ. ഇന്ന് അംബാസഡർ കാറാണ് നാട്ടിലുള്ളത്. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ 2-3 കാറാണ്. എന്ന് വെച്ചാൽ ഒരു ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ ബോർഡർ തൊട്ടപ്പുറത്ത് നെടുവത്തൂർ, ഇപ്പോഴത്തെ കൊട്ടാരക്കര, അന്നത്തെ നെടുവത്തൂർ. അപ്പോൾ ആ മണ്ഡലക്കാരും വരും, ഈ മണ്ഡലക്കാരും വരും, അതിൻ്റെ അപ്പുറത്ത് മണ്ഡലക്കാരും വരും. ആദ്യം കിട്ടാൻ കൊണ്ടു ഫുൾ അനൗൺസ്മെന്റ്, പ്രസംഗം. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടും. എങ്ങനെയാണെന്നറിയോ? പ്രസംഗിക്കാൻ വിളിച്ച ഇപ്പോഴെന്ന് വെച്ചാൽ രാവിലെ പ്രചരണം തുടങ്ങി രാത്രി 10 മണിയാകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യും. അതുകൊണ്ട് പ്രസംഗം. അന്ന് അങ്ങനെയല്ല, എളുപ്പകാലം വരെയൊക്കെയാണ്. ആളുകൾ കത്തിക്കും. ആളുകൾക്ക് രാഷ്ട്രീയത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടും ഒക്കെ ആ കാലത്ത് ഇപ്പോഴും കുറേ ഉണ്ടെങ്കിലും അന്ന് അതിനേക്കാൾ അമിതമായി സ്നേഹമായിരുന്നു. പൊതുജനങ്ങൾ പാതിരാത്രി എളുപ്പകാലത്ത് ഒരു സ്ഥാനാർത്ഥികളെ കാത്ത് നേതാക്കന്മാരെ കാത്തൊക്കെ നിൽക്കും. അപ്പോൾ ഇത്രയും മണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും 2-3 പ്രസംഗക്കാർ കാണും. ഒരിടത്ത് കൊണ്ടുപോയി പ്രസംഗിക്കാൻ നിർത്തിയിട്ട് അടുത്ത ആൾ വരും എന്ന് പറയില്ലേ, സ്ഥാനാർത്ഥി വരുമെന്ന് പറയും. ചിലപ്പോൾ പണി കിട്ടും. 1-2 മണിക്കൂറായാലും ആരും വരില്ല. ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, വേറെ ആളെ കിട്ടിയാലേ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈശ്വര കൃപയാൽ അതൊക്കെ അങ്ങ് നടന്നു പോരും. ആരും പഠിപ്പിച്ചതോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയോ കാണാതെ പഠിച്ചു പോയതാണോ? അയ്യോ, അത് അങ്ങനെ അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. എന്നെ സ്നേഹിക്കുന്ന ചിലരൊക്കെ പറയും, നീ അതൊന്ന് നോക്കിയിട്ട് പോകണം, എന്തെങ്കിലും തെറ്റ്. എനിക്കെന്തോ ഈ ഹോംവർക്ക് പണി. ഹോംവർക്ക് വെച്ചാൽ വായനയും ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം നാളെ ഇന്നടുത്ത് പ്രസംഗിക്കാൻ പോകണം, ഇതിരുന്ന് കാണാൻ പഠിച്ചു, എന്നെ കൊണ്ട് പറ്റത്തില്ല. അഥവാ ഇനിയിപ്പോൾ ഞാൻ വായിച്ചിട്ട് പോയാലും ഒരു കാര്യം നമ്മൾ വായിക്കും. ഇപ്പം നമുക്കറിയാത്ത സബ്ജക്റ്റിന് എന്തെങ്കിലും കുറിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, ഒന്ന് നോക്കിയിട്ട് പോകും. നോക്കി ആ വായിച്ച സാധനം എനിക്ക് ഓർമ്മ വരത്തില്ല. എൻ്റെതായ ശൈലിയിൽ എന്താണോ അതേ ഓർമ്മ വരുള്ളൂ. പക്ഷേ ടെലിവിഷൻ ചർച്ചകൾക്ക് പോകുമ്പോൾ നമ്മൾ ഫാക്സ് ചെക്ക് ചെയ്യും. പക്ഷേ ഈ പറയുന്നത് പോലെ കാണാപ്പാഠം പഠിക്കാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല, കോളേജിൽ പഠിച്ചിട്ടില്ല. ജസ്റ്റ് വായിക്കും. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കൂടി ചേർന്ന് ആ ആശയം നമ്മുടേതായ ശൈലിയിൽ പറയും, എഴുതും. അപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെ വരട്ടെ, അതിലൊരു MLA ആയിരിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. ഒരു കാര്യം പറയാം, പ്രിയപ്പെട്ട രജനീഷിനെ അടുത്ത് കാണാൻ കഴിഞ്ഞ ഒരുപാട് പുകഴ്ത്തുന്ന സമയമാണേ, ശ്രദ്ധിച്ചോ? അല്ല, ഞാൻ എല്ലാവരുടെയും എല്ലാ ഇന്റർവ്യൂസ് ഒന്നും കാണുന്നു. രജനീഷ് ഇന്റർവ്യൂസ് ചിലത് എന്നോട് ഒരു സുഹൃത്ത് റെഫർ ചെയ്ത്, ഇന്ന ഒരാളുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഞാൻ 2-3 എടുത്ത് കണ്ടു. അപ്പോൾ ഇത്ര എന്താ പറയുക, ഇത്ര മനോഹരം ഇന്റർവ്യൂ, ഇത്രയും മനോഹരമാക്കാൻ കഴിയും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരാള് ചോദ്യകർത്താവ്, മറ്റൊരാൾ ഉത്തരം പറയുന്ന ആള്, അതൊരു കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, ചിലര് തമാശ രൂപത്തിൽ പറയും, ചിലർ ഗൗരവമായിട്ട് പറയും. ഓക്കെ, അതെല്ലാം ഉണ്ടെങ്കിലും രജനി സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ തന്നെ. ഇതാണ് രാഷ്ട്രീയക്കാരുടെ മിടുക്ക്, ആരെയും കയ്യിലെടുക്കും കേട്ടോ. എന്തായാലും അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു.